السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. وكل خير في اتباع من سلف وكل شر في ابتداع من خلف. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ സപ്തദിന പ്രഭാഷണം ഇന്നലെ സമാപിച്ചു എങ്കിലും എട്ടാമത്തെ ദിവസമായ ഇന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി, ദിക്ർ ചൊല്ലാൻ വേണ്ടി നാം ഒരുമിച്ച് കൂടിയ ഈ സദസ്സിൽ ഈ 7 ദിവസമായി ഇവിടെ പലരും പഠിക്കാൻ വേണ്ടി ചോദിച്ചിട്ടുള്ള സംശയങ്ങളുടെ മറുപടി വളരെ ചുരുക്കി സംസാരിക്കുന്നു. നാം സൂറത്തുൽ ഫാത്തിഹ അതിനെ സംബന്ധിച്ചു 6 ദിവസമായി അതിലെ ഓരോ ആയത്തുകൾ നാം സംസാരിച്ചു. ഒരു ദിവസം ഫാത്തിഹയുടെ തീരത്ത് എന്ന പേരിൽ ഫാത്തിഹയുടെ മഹത്വവും അഊദു ഓതുന്നതിൻ്റെ ആവശ്യവും അതിൻ്റെ മഹത്വങ്ങളും അഊദു ഓതേണ്ട സ്ഥലങ്ങളും അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്ന പ്രത്യേകമായ സന്ദർഭങ്ങളിലുള്ള ദിക്റുകളും
എല്ലാം നാം സംസാരിച്ചു. ഞാൻ ചോദ്യത്തിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഇന്നലെ വരെ നാം സംസാരിച്ച് ബാക്കി വന്ന സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്തിന്റെ ഒരു ചെറു വിവരണം ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നു. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ അതിന്റെ വിശദമായ വിവരണം 10 ദിവസം ജനുവരി 24 മുതൽക്ക് ഇൻഷാ അല്ലാഹ് 10 ദിവസം ആ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണം ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് തുടർച്ചയായി പ്രസംഗിക്കുന്നുണ്ട്. അതിന് എല്ലാവരെയും ഇപ്പോൾ തന്നെ ക്ഷണിക്കുന്നു. അല്ലാഹു തആല നമുക്ക് നല്ല കാര്യങ്ങൾ സംസാരിക്കാൻ എല്ലാവർക്കും കേൾക്കാനും ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇവിടെ വളരെ ചുരുക്കി മാത്രമേ ആ ആയത്തിനെ സംബന്ധിച്ച് സംസാരിക്കുന്നുള്ളൂ. വിശദമായി 10 ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ കുറ്റ്യാടിയിൽ വെച്ച് അതിനെ സംബന്ധിച്ച് പ്രസംഗിക്കും. സഹോദരന്മാരെ, ഇന്നലെ നാം പറഞ്ഞു വെച്ചിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴി. ആ നേരെയുള്ള വഴിയിൽ ഞങ്ങളെ നീ വഴി നടത്തണമേ, ഞങ്ങളെ സ്ഥിരപ്പെടുത്തി നിർത്തിത്തരയണമേ എന്ന് അല്ലാഹുവിനോട് മുഅ്മിനീങ്ങൾ പ്രാർത്ഥന നടത്തും. ആ നേരെയുള്ള വഴി അത് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും, 2 രംഗത്തും നേർക്കുനേരെ, വളവില്ലാതെ, അപ്പുറവും ഇപ്പുറവും തെറ്റിപ്പോകാതെ നേർക്കുനേരെ ജീവിക്കുക എന്ന വഴി, അതാണ് വാസ്തവത്തിൽ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കർമ്മപരമായ വിഷയങ്ങളും വിശ്വാസപരമായ വിഷയങ്ങളും ഉൾക്കൊള്ളേണ്ടതുപോലെ ഉൾക്കൊണ്ട് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായി ഞങ്ങളെ നീ നേർക്കുനേരെയുള്ള വഴിയിൽ നടത്തണമേ എന്നാണ് ആ ദുആയുടെ അർത്ഥം. അതുകൊണ്ട് ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും ഈ സിറാത്തുൽ മുസ്തഖീമിൽ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പറഞ്ഞ ആ ആയത്തിൽ ഉൾക്കൊള്ളിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഇതുകൊണ്ട് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫൽ മുഅ്മിനു, സത്യവിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിനെ പുകഴ്ത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് മുതൽക്ക് പറഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യൻ അല്ലാഹുവിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നുള്ളൂ, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ അല്ലാഹുവിനോട് തന്നെ സഹായം തേടുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം മുഅ്മിനായ മനുഷ്യൻ തേടുന്നത് ഫൽ മുഅ്മിനു യത്ലുബു മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്ന് സത്യവിശ്വാസിയായ മനുഷ്യൻ തേടുന്നു അയ്യഹ്ദിയഹു ഇലസ്സിറാത്തുൽ മുസ്തഖീം, നേരെയുള്ള വഴിയിലേക്ക് വഴിതിരിക്കാൻ. അല്ലദീ ഹുവൽ വസതു ബൈന തർഫൈൽ ഇഫ്റാത്തി വത്തഫ്രീത്തി ഫീ കുല്ലിൽ അഖ്ലാഖി വഫീ കുല്ലിൽ അഅമാൽ, എല്ലാ സ്വഭാവങ്ങളിലും എല്ലാ പ്രവർത്തനങ്ങളിലും അപ്പുറവും ഇപ്പുറവും തെറ്റിപ്പോകാതെ, അതിൽ കടന്നു പോകരുത്, തീരെ കുറഞ്ഞു പോകരുത്, മധ്യനിലവാരം പുലർത്തി, സർവ്വ വിഷയത്തിലും മധ്യനിലവാരം പുലർത്തി നേർക്കുനേരെ ജീവിക്കാനുള്ള തൗഫീഖിനെയാണ് മുഅ്മിനായ മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിക്കുന്നത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് നിസ്കരിക്കുമ്പോൾ ഈ ബോധത്തോടുകൂടി നാം ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്ത് ഓതണം എന്ന് ഞാൻ പ്രത്യേകമായി ഉണർത്തുകയാണ്. അതോടുകൂടി തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ സംബന്ധിച്ച് വീണ്ടും വിശദീകരിക്കുന്നു. സഹോദരന്മാരെ, അല്ലാഹുവിൽ മനസ്സ് പൂർണ്ണമായി ലയിച്ച് അല്ലാഹുവിനെ സ്നേഹിച്ച് അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ടാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. ഇതിനെ സംബന്ധിച്ച് നാം പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് വിവരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, കഅന്നൽ ഇൻസാന യഖൂലു ഫി ത്വരീഖ്, അല്ലാഹുവിലേക്കുള്ള മനുഷ്യന്റെ യാത്രയിൽ, വഴിയിൽ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, കസറത്തുൽ അഹ്ബാബി യജറൂനി ഇലാ ത്വരീഖിൻ വൽ അഅദാഇ ഇലാ ത്വരീഖിൻ സാനിൻ വശൈത്വാനി ഇലാ ത്വരീഖിൻ സാലിസ്. ഇതാ അല്ലാഹുവേ, എന്റെ സ്നേഹിതന്മാർ പലരും പല വഴിയിലേക്കും എന്നെ ക്ഷണിക്കുന്നു, എന്റെ ശത്രുക്കൾ വേറെ വഴിയിലേക്ക് ക്ഷണിക്കുന്നു. വശൈത്വാനു ഇലാ ത്വരീഖിൻ സാലിസിൻ,
ശൈത്താൻ വേറെ ഒരു വഴിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു ഭാഗത്ത് എന്റെ ശരീരത്തിന്റെ തടീച്ചയും എന്റെ കോപവും എന്റെ അസൂയയും എന്റെ അനാവശ്യമായ ചിന്തകളും എന്നെ പലതിലേക്കും നയിക്കുന്നു. അതേ സമയത്ത് തന്നെ വഖദൽ ഖൗലു ഫി التعطيل والتسبيح والجبر والقدر والارجاء والوعيد والرفض والخروج. അല്ലാഹുവേ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിർചേരിയിലുള്ള ആശയക്കാർ, അവരിൽ അള്ളാഹുവിനെ സൃഷ്ടികളോട് തുല്യപ്പെടുത്തുന്നവർ ഉണ്ട്, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ തള്ളിപ്പറയുന്നവർ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ല, മറിച്ച് അള്ളാഹു നമ്മെ വെറും ഒരു ആയുധം പോലെ സ്വന്തത്തിൽ ഒരു കഴിവും തരാതെ ആക്കിക്കളഞ്ഞു എന്ന് ആരോപണം പറയുന്ന കക്ഷികൾ ഉണ്ട്. നേരെ മറിച്ച് അള്ളാഹുവിന് നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുകയില്ലെന്ന് അള്ളാഹുവിനെ തള്ളി, അള്ളാഹുവിന്റെ മഹത്വത്തെ തള്ളിപ്പറയുന്നവർ ഉണ്ട്. ഒരമലും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല, വിശ്വാസമുണ്ടായാൽ മതി എന്ന് വാദിക്കുന്നവർ ഉണ്ട്. അതുപോലെ തെറ്റെന്തെങ്കിലും ചെയ്തു പോയെങ്കിൽ ഒരു നിലക്കും രക്ഷപ്പെടാൻ കഴിയില്ല, എന്നും നരകത്തിലായിരിക്കും എന്ന് വാദിക്കുന്നവർ ഉണ്ട്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യാത്ത ഒരു കാര്യം സൽക്കർമ്മമായി ചെയ്തതിനാൽ, അഥവാ പരിശുദ്ധ ഖുർആൻ 30 ജുസുഉം ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ചട്ടയുടെ ഉള്ളിലായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് ചെയ്തത്. അത് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ, അത് ചെയ്യാൻ അതിന്റെ പ്രാരംഭ സന്ദർഭം വന്നപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി ആവശ്യപ്പെട്ട സമയത്ത് ചോദിച്ചിരുന്നു, കൈഫ നഫ്അലു മാ ലം യഫ്അൽഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു കാര്യം നമ്മൾ എങ്ങനെയാണ് ഉമറേ ചെയ്യുക? നബി ചെയ്യാത്ത ഒരു കാര്യം ചെയ്യാൻ പാടുണ്ടോ എന്ന് ഒരു ചോദ്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നു. പിൽക്കാലത്ത് അങ്ങനെ ഒരു സംശയം, നബി ചെയ്യാത്ത നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, നബി ചെയ്തത് മാത്രമേ നല്ല കാര്യമായി ചെയ്യാൻ പാടുള്ളൂ എന്നൊരു വാദം പിൽക്കാലത്ത് വരാതിരിക്കാൻ അന്ന് തന്നെ അതിന്റെ സംശയം തീർക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നാം ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ച ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി നൽകിയത്, ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, നിശ്ചയമായും വല്ലാഹി സത്യം, ഇത് നല്ല കാര്യമാണ് അബൂബക്കറേ, നല്ല കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു കാണിച്ചിട്ടില്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ച സിദ്ധാന്തത്തിൽ, അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിൽ, അവിടുന്ന് പഠിപ്പിച്ച പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ നല്ലതാണെന്ന് ബോധ്യപ്പെട്ട കാര്യം ചെയ്യുന്നതിനൊരു കുഴപ്പവും ഇല്ല. ഖുർആനിലെ ആയത്തുകൾ പിന്നീട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. ഖുർആൻ മനഃപ്പാഠമാക്കിയവരൊക്കെ മരിച്ചു തീരുമ്പോൾ ഖുർആൻ എഴുതി വെച്ചില്ലെങ്കിൽ അതിന്റെ വരികൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എഴുതി വെക്കുന്നത് ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഖുർആൻ 30 ജുസുഉം ഒന്നായി എഴുതി വെച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഒന്നായി എഴുതി വെക്കൽ ഖൈറായ കാര്യമാണ്, അത് ചെയ്യേണ്ടതാണ് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അത് പൂർണ്ണമായി അംഗീകരിക്കുകയും സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹും അതേ സംശയത്തിന്റെ നിവാരണം വരുത്തുകയും അങ്ങനെ സഹാബികളിൽ ഒരൊറ്റ സഹാബിക്കും തർക്കമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാത്ത ഒരു നല്ല കാര്യം പരിശുദ്ധ ഖുർആൻ 30ഉം ഒന്നായി 2 ചട്ടയുടെ ഉള്ളിലായി എഴുതി വെക്കുക എന്ന നല്ല കാര്യം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതിനാൽ, ഉമർ ഇബ്നുൽ ഖത്താബ് അതിന് പ്രചോദനം നൽകിയതിനാൽ, സഹാബത്ത് അതിനെ പൂർണ്ണമായി അംഗീകരിച്ചതിനാൽ, അവരെല്ലാം നബി ചെയ്യാത്ത പുതിയ കാര്യം ചെയ്തതുകൊണ്ട് പിഴച്ചുപോയി എന്ന് വാദിച്ച റാഫിദുകൾ. അതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഇശാ നിസ്കാരത്തിന്റെ ശേഷം തറാവീഹ് നിസ്കാരം ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചു. 3 ദിവസത്തിന് ശേഷം അവിടുന്ന് നിസ്കരിച്ചില്ല, ജമാഅത്തായി, ഒറ്റ ജമാഅത്തായി പള്ളിയിൽ വെച്ച് നിസ്കരിച്ചില്ല. ആ 3 ദിവസവും അസറിന്റെ ശേഷം പ്രത്യേകം പ്രചരണം നടത്തിയിരുന്നു. ഇന്ന് രാത്രി പ്രത്യേക നിസ്കാരമുണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഇശാ നിസ്കരിച്ച ഉടനെ ഉറങ്ങുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും
അവിടുത്തെ പള്ളിയിൽ വെച്ച് തറാവീഹ് നിസ്കരിച്ചു. ആ നിസ്കരിച്ച നിസ്കാരം ജനങ്ങളുടെ ആവേശം കണ്ട് ഫർളാക്കപ്പെടുമോ എന്ന ഭയം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ജമാഅത്തായുള്ള ആ ശൈലി നിർത്തിക്കളഞ്ഞു. അത് നിർത്തിയതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ കാലം ഇവിടെ ഉണ്ടായിട്ടില്ല. പിന്നീട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ ആദ്യകാലത്ത് പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് ഇസ്ലാമിന്റെ ആശയത്തിനെതിരെ ഒരു കൂട്ടർ രംഗത്ത് വന്നു, പലരും രംഗത്ത് വന്നു. അതിൽ ഞാൻ നബിയാണെന്ന് വാദിക്കുന്ന മുസൈലിമത്തുൽ കദ്ദാബിന്റെ ആളുകൾ വളരെ ശക്തിയായി രംഗത്തുണ്ടായിരുന്നു. മറ്റൊരു കൂട്ടർ ഞങ്ങൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ സക്കാത്ത് ഭരണാധികാരിയായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഞങ്ങൾ സക്കാത്ത് ഏൽപ്പിക്കുകയില്ലെന്ന് വാദിച്ചവരുണ്ടായിരുന്നു. അന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ലൗ മനഊനി ഖാലൻ കാനൂ യുഅദ്ദൂനഹു അലാ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഖാതൽതുഹും അലാ മൻഹി. ഒട്ടകവും പശുവും ആടുമൊക്കെ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുള്ള പതിവ്, മുൻകാലത്തുള്ള പതിവ്, അതിന്റെ കൂടെ ഒരു കയറും കൂടി കൊടുക്കുന്ന പതിവാണെങ്കിൽ, കഴുത്തിൽ കയറിട്ടുകൊണ്ടാണ് മൃഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാറെങ്കിൽ, ഇനി ഒരാൾ വന്നിട്ട് ഞാൻ മൃഗങ്ങളെ തരാം പക്ഷേ കയറ് തരില്ല എന്ന് വാദിച്ചാൽ അതൊരു ചെറിയ കയറല്ലേ എന്ന് മനസ്സിലാക്കി ഞാനത് വെറുതെ വിടുകയില്ല. ഇസ്ലാമിന്റെ എല്ലാ കാര്യവും വിലയുള്ളതാണ്. അത് കയറ്റിന്റെ കഷ്ടമാണെങ്കിലും വിലയുള്ളതാണ്. ഒരു കാര്യവും ചെറുതാണെന്ന് പറഞ്ഞ് തള്ളാൻ പറ്റില്ല. അതുകൊണ്ട് ഒട്ടകം തരും പക്ഷേ കയറ് തരില്ല, അല്ലെങ്കിൽ പശുവിനെ തരും കയറ് തരില്ല എന്ന് വാദിച്ചാൽ ആ വാദത്തിനെതിരെ ലഖാതൽതുഹും അലാ മൻഹി, ആ വാദക്കാരെ ഞാൻ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയിട്ട് മുൻകാലത്ത് നിലനിന്ന ദീനിന്റെ ആശയം അത് അങ്ങനെ തന്നെ ഞാൻ നിലനിർത്തും എന്ന് പ്രഖ്യാപിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചുരുങ്ങിയ കാലം 2 വർഷത്തോളം മാത്രമാണ് അവിടുന്ന് ഭരണം നടത്തിയിട്ടുള്ളത്. 3 വർഷം തികയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആ കാലയളവിൽ ഇസ്ലാമിന്റെ ശത്രുക്കളെ നേരിടുന്ന വലിയ വലിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനാൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുത്തു. അതിനുശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തറാവീഹ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചതുപോലെ ഒറ്റ ജമാഅത്തായി പള്ളിയിൽ അതിന്റെ ജമാഅത്ത് പുനഃസംഘടിപ്പിച്ചു. ആ പുനഃസംഘടിപ്പിച്ച കാരണത്താൽ അന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചത്, അവിടുന്ന് സഹാബത്ത് നിസ്കരിച്ചത് അത് 20 റക്അത്തായതുകൊണ്ട് 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും തർക്കമില്ലാതെ രേഖപ്പെടുത്തി 20-ൽ കുറഞ്ഞ ഒരു തറാവീഹില്ല. അങ്ങനെ 20 റക്അത്ത് തറാവീഹ് ആ സഹാബത്തിന്റെ കാലം മുതൽ ഇന്ന് വരെ മക്കയിലും മദീനയിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 4 മദ്ഹബിന്റെ കിതാബുകളിലും രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിവരമുള്ള ഒരു മനുഷ്യനും അതിൽ തർക്കം ഇല്ല. ആ തറാവീഹ് നിസ്കാരം ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പുനഃസംഘടിപ്പിച്ചതിന്റെ പേരിൽ ഉമർ ഇബ്നുൽ ഖത്താബ് മതത്തിലില്ലാത്ത പുതിയ കാര്യമുണ്ടാക്കി പഴച്ചുപോയി എന്ന് വാദിച്ച റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷി, ആ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ, അതുപോലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2 മക്കളെ വിവാഹം കഴിച്ച പുതിയാപ്പിളയാണ്. അതുകൊണ്ടാണ് സയ്യിദുൽ അഖ്താൻ എന്ന അവിടത്തേക്ക് പേര് പറയുന്നത്. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ എത്രയാണ് ബാങ്ക് വിളിക്കേണ്ടത്, എങ്ങനെയാണ് വിളിക്കേണ്ടത്, എപ്പോഴാണ് ആരംഭിക്കേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചു കൊടുത്ത നേതാവും ഗുരുവര്യരും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വർദ്ധിക്കുകയും ജനങ്ങൾ പള്ളിയുടെ വളരെ അകലങ്ങളിലൊക്കെ താമസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന സമയം വന്നപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജുമുഅ നിസ്കാരത്തിന് 2 ബാങ്ക് നടപ്പാക്കുകയും ആ 2 ബാങ്ക് നടപ്പാക്കിയപ്പോൾ ഒരൊറ്റ സഹാബിക്കും തർക്കമില്ലാതെ സർവ്വ സഹാബികളും അത് അംഗീകരിക്കുകയും ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ 916 നമ്പർ ഹദീസിൽ രേഖപ്പെടുത്തിയല്ലോ,
ഫസബത്തൽ-അംറു അലാ ദാലിക. അങ്ങനെ ജുമുഅക്ക് 2 ബാങ്ക് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട സഹാബത്ത് 2 ബാങ്ക് നടപ്പാക്കുകയും ചെയ്തു. അതിന്റെ പേരിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പഴിച്ചുപോയി. അദ്ദേഹം ഇസ്ലാമിലില്ലാത്ത പുതിയ കാര്യം കൊണ്ടുവന്ന ആളാണ്, അദ്ദേഹത്തെ പിന്തുണച്ച മുഴുവൻ സഹാബികളും പഴിച്ചുപോയി എന്ന് വാദിച്ചിട്ടുള്ള റാഫിദിയാക്കൾ എന്ന് പറയുന്ന റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ, സഹോദരന്മാരെ, ഇനിയും നിങ്ങൾക്ക് കാണാം, അവരാണ് പടച്ച റബ്ബിന് അവയവങ്ങളുണ്ടെന്ന് വാദിച്ചതെന്ന് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. അവരാണ് പടച്ചവൻ ഒരു കസേരയുടെ മേലെ ഇരിക്കുകയാണെന്ന് വാദിച്ചതെന്ന്, സിംഹാസനത്തിന്റെ മുകളിൽ ഇരിക്കുകയാണെന്ന് വാദിച്ചതെന്ന് ഇമാം അബുൽ ഹസൻ അശ്അരി റളിയല്ലാഹു അൻഹു മഖാലാത്തുൽ ഇസ്ലാമിയ്യീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ ധാരാളം കിതാബുകളിൽ അത് രേഖപ്പെടുത്തുന്നു. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ ഉണ്ടല്ലോ, അവര് തന്നെയാണല്ലോ ഒരുപാട് വാദങ്ങൾ ഈ ഭൂമി ലോകത്ത് ഉന്നയിച്ചത്. അങ്ങനെ സഹാബത്തിനെ തള്ളിപ്പറഞ്ഞ കക്ഷികൾ, ആ സഹാബികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി അവരുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് അവരനുകൂലിക്കുന്ന ഒരൊറ്റ വ്യക്തിയും ലോകത്ത് ആ നാടുകളിൽ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം തന്നെ നിങ്ങൾ എടുത്തു നോക്കൂ. ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത കാലത്ത് സ്റ്റേജ് കെട്ടിക്കൊടുക്കാൻ ആളില്ല, ചായ കൊടുക്കാനും ഭക്ഷണം കൊടുക്കാനും ആളില്ല, സ്വീകരിക്കാൻ ആളില്ല. ഇവിടെ ഹിന്ദുക്കൾ മാത്രം ജീവിക്കുന്ന ഒരു കാലത്ത്, ക്രിസ്ത്യാനികൾ മാത്രമുള്ളൊരു കാലത്ത്, അഥവാ മുസ്ലിങ്ങൾ മാത്രമുള്ളൊരു കാലത്ത് ഇവിടെ ആരും സൽക്കരിക്കാനില്ല, സ്വീകരിക്കാനില്ല. അതേ ആ സമയത്ത് അതാ ഇന്നത്തതുപോലെ യന്ത്രം ഘടിപ്പിച്ച കപ്പലുകൾ ഇല്ല, പ്ലെയിനുകളില്ല, ട്രെയിനുകളില്ല, കാറുകളില്ല, സൈക്കിളില്ല. അക്കാലഘട്ടത്തിൽ കാറ്റിന്റെ ഗതി കൊണ്ട് മാത്രം ചലിക്കുന്ന പായക്കപ്പലിൽ കയറിയിട്ട് അറേബ്യയിൽ നിന്ന് അതേ ആയിരക്കണക്കിന് കിലോമീറ്റർ ആ അറബിക്കടലിലെ തിരമാലകളെ ഭേദിച്ചുകൊണ്ട് പടച്ചവന്റെ മേൽ മാത്രം തവക്കുലാക്കി അല്ലാഹുവിന്റെ ദീൻ പ്രചരിപ്പിക്കൽ ഞങ്ങളെ ബാധ്യതയാണല്ലോ എന്ന നിലയ്ക്ക് ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ വന്ന് കാലുകുത്തിയിട്ട് സുന്ദരമായ ജീവിതം നയിച്ചപ്പോൾ, അതേ പവിത്രമായ ആശയം പ്രചരിപ്പിച്ചപ്പോൾ, എന്താണ് നിസ്കരിക്കേണ്ടത്, എത്രയാണ് നിസ്കരിക്കേണ്ടത്, ആരാണ് പള്ളിയിൽ പോകേണ്ടത്, ആരാണ് ജുമഅയിൽ പങ്കെടുക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ബാങ്ക് കൊടുക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ഖുതുബ ഓതേണ്ടത്, ഏത് ഭാഷയിലാണ് നിസ്കരിക്കേണ്ടത്, ഏത് ഭാഷയിലാണ് ബിസ്മി ചൊല്ലേണ്ടത്, ഏത് ഭാഷയിലാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്, എപ്പോഴാണ് ഹജ്ജിന് പോകേണ്ടത്, എപ്പോഴാണ് നോമ്പെടുക്കേണ്ടത്, എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അങ്ങനെ തുടങ്ങി എങ്ങനെയാണ് മാസമുറപ്പിക്കേണ്ടത്, എങ്ങനെയാണ് പെരുന്നാളാക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, ഓരോന്നും പഠിപ്പിച്ചല്ലോ. അവരീ കേരളത്തിൽ വന്ന് 10 പള്ളികൾ നിർമ്മിച്ചല്ലോ. മാടായി പള്ളിയും ശ്രീകണ്ഠപുരം പള്ളിയും ധർമ്മടം പള്ളിയും അതേ കാസർഗോഡ് തളങ്കര പള്ളിയും കൊടുങ്ങല്ലൂരിൽ അതാ ചേരമാൻ പള്ളിയും, അങ്ങനെ 10 പള്ളികൾ അതാ വന്ന കക്ഷികൾ ഇവിടെ നിർമ്മിച്ചല്ലോ. അതിനുവേണ്ടി ഇവിടെയുള്ള ഹിന്ദുക്കൾ സ്ഥലം കൊടുത്തല്ലോ, ഇവിടെയുള്ള മറ്റ് മതക്കാര് സഹകരിച്ചല്ലോ. അവരുടെ ആത്മീയ ശക്തിയല്ലേ, അവരുടെ ആത്മാർത്ഥതയല്ലേ, അല്ലാഹുവിന്റെ സഹായമല്ലേ. അവർ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പടച്ചവനോട് സഹായം തേടിയവരാണ്, അവന്റെ ഹിദായത്ത് ചോദിച്ചവരാണ്, ആ ഹിദായത്തിലുള്ളവരാണ്. അവർ പടച്ചവൻ അനുഗ്രഹിച്ച മഹാന്മാരാണ്. ആ മഹാന്മാർ ഇവിടെ വന്ന് അതാ അറബിയിൽ തന്നെ നിസ്കാരം പഠിപ്പിച്ചതിനാൽ, അതുപോലെ മറ്റ് രാജ്യങ്ങളിൽ പോയി അറബിയിൽ തന്നെ ഖുതുബ പഠിപ്പിച്ചതിനാൽ, അറബിയിൽ തന്നെ ഇബാദത്ത് പഠിപ്പിച്ചതിനാൽ, അവർ ഇസ്ലാമിന്റെ ആശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അവരവരുടെ നാട്ടിലെ ഭാഷ ഉപയോഗിച്ചില്ല എന്ന് അവരെ കുറിച്ച് ആരോപണം പറഞ്ഞവരില്ലേ, സ്വഹാബത്തിനെ കുറ്റം പറഞ്ഞവരില്ലേ. ആ കക്ഷികൾ അതല്ലേ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷി. ആ റാഫിദുകൾ എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ ആശയത്തിൽ പെട്ടുപോകാതെ വൽ ഖുറൂജി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുആവിയ റളിയല്ലാഹു അൻഹു, അതുപോലുള്ള സഹാബികളൊക്കെ അതാ അവർക്ക്
ഇടയിലുള്ള പ്രശ്നം തീർക്കാൻ വേണ്ടി മധ്യസ്ഥനായി സഹാബിയെ നിശ്ചയിച്ച കാരണം കൊണ്ട് പടച്ചവന്റെ വിധി അംഗീകരിക്കാതെ മധ്യസ്ഥന്റെ വിധി അംഗീകരിക്കുന്നു എന്ന ആരോപണം പറഞ്ഞു. ആ ഇനിൽ ഹുക്കുമു ഇല്ലാ ലില്ലാഹ്, വിധി പറയാനുള്ള അധികാരം പടച്ചവന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മധ്യസ്ഥന്മാരുടെയോ ഭരണാധികാരികളുടെയോ ഒരു വിധിയും നമുക്ക് അംഗീകരിച്ചുകൂടാ എന്ന് വാദിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഖവാരിജുകൾ ഉണ്ടല്ലോ. അവരെയല്ലേ അലി റളിയല്ലാഹു അൻഹു തുരത്തിയത്? അവരോടല്ലേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വാദപ്രതിവാദം നടത്തിയത്? അവർക്കെതിരെയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ ധാരാളം വന്നത്? ഇങ്ങനത്തെ ഖവാരിജുകൾ ഉണ്ടല്ലോ, ഇങ്ങനത്തെ പല കക്ഷികളും ഉണ്ടല്ലോ. കള്ളു കുടിക്കാൻ ക്ഷണിക്കുന്നവർ, പലിശ വാങ്ങാൻ ക്ഷണിക്കുന്നവർ, വ്യഭിചാരത്തിലേക്ക് വിളിക്കുന്നവർ, അഹങ്കാരത്തിലേക്ക് ക്ഷണിക്കുന്ന പിശാചുണ്ടല്ലോ, ശരീരത്തിന്റെ തടിയിച്ച ഉണ്ടല്ലോ, ഇത്തരം ആശയങ്ങളിലേക്ക് വിളിക്കുന്നവരും ഉണ്ടല്ലോ. അതുകൊണ്ട് റബ്ബേ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന ആയത്തിന്റെ തഫ്സീർ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇത്തരം കക്ഷികളെ സംബന്ധിച്ചൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് പറയുകയാണ്, വൽ അഖ്ലു ദഈഫുൻ വൽ അംറു ഖസീറുൻ. അല്ലാഹുവേ, എന്റെ ബുദ്ധി ദുർബലമാണല്ലോ, വൽ അംറു ഖസീറുൻ, എന്റെ ആയുസ് വളരെ ചുരുങ്ങിയതാണല്ലോ, സനാഅതു തവീലത്തുൻ, പണി ഒരുപാട് ഇവിടെ എടുക്കാനുണ്ടല്ലോ, വത്തജ്രിബത്തു ഖത്റത്തുൻ, ഇതൊക്കെ ഒന്ന് പരിശോധിച്ചു നോക്കാൻ പറ്റുന്ന സംഗതി അല്ലല്ലോ. കാരണം ആഖിറത്തിലെത്തുന്ന സമയത്ത് പരിശോധിച്ചിട്ട് വിവരം മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ. ഇവിടെ വെച്ച് തന്നെ ഞാൻ സന്മാർഗത്തിലായി ജീവിച്ചില്ലെങ്കിൽ പരിശോധന അപകടത്തിലാണല്ലോ. വൽ ഖളാഉ അസീർ, ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയ ജുമഅ മരിച്ചതിന് ശേഷം അത് ഖളാ വിട്ടാൻ കഴിയില്ലല്ലോ. ഇവിടെയുള്ള റകഅത്തിന്റെ എണ്ണം ചുരുക്കിയാൽ പിന്നെ റകഅത്ത് കൂട്ടിയിട്ട് ഖബറിൽ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, മഹ്ശറയിൽ നിന്ന് ഖളാ വിട്ടാൻ കഴിയില്ലല്ലോ. പടച്ച റബ്ബേ, അങ്ങനെ തുടങ്ങി ഈ സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തിൽ നിന്ന് വിട്ടുപോയാൽ എന്റെ കാര്യം അപകടം തന്നെയാണല്ലോ. ഞാൻ ഈ പ്രസംഗങ്ങളും പലരുടെയും പ്രഭാഷണങ്ങളും പലരുടെയും വാക്കുകളും പലരുടെയും എഴുത്തുകളൊക്കെ കാണുമ്പോ ഞാൻ ബേജാറിലാവുന്നല്ലോ. ചിലരങ്ങനെ പറയുന്നു, ചിലരിങ്ങനെ പറയുന്നു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹുവിന്റെ ലോകപ്രശസ്ത ഗ്രന്ഥമാണ് തബീനു കദിബിൽ മുഫ്തരി. ആ ഗ്രന്ഥം ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ആ ഗ്രന്ഥം നോക്കാതെ ഒരൊറ്റ മുതഅല്ലിമും ഉണ്ടാകരുത്. അത്ര ഗൗരവമുള്ള ഒരു കിതാബാണ്. ഏതൊരു ആലിമും സുന്നത്ത് ജമാഅത്ത് പഠിക്കാൻ ഒരുങ്ങിയോ ആ കിതാബ് നോക്കണം എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പ്രത്യേകം നിർദ്ദേശം നൽകിയ കിതാബാണത്. ആ തബീനു കദിബിൽ മുഫ്തരി ഫീമാ നസിബ ഇലൽ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി എന്ന കിതാബിൽ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠം പഠിച്ച പണ്ഡിതനായ ഇമാം ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയതാണല്ലോ ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഫത്ഹ് സാബിർ റളിയല്ലാഹു അൻഹു മക്കയിൽ ഒരു ദിവസം ഹറം ശരീഫിൽ ളുഹറിന്റെയും അസറിന്റെയും ഇടയ്ക്കുള്ള സമയം ശവ്വാൽ മാസം 14-ാം ദിവസം, അതിപ്പോ ഹിജ്റ 545-ാം കൊല്ലം, പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഡേറ്റും സമയവും അടക്കമാണ് രേഖപ്പെടുത്തുന്നത്. പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു ചെറിയ തലകറക്കം സംഭവിച്ചു. ബഹുമാനപ്പെട്ടവര് പറയാണ്, എനിക്കൊരു ചെറിയ തലകറക്കം, നിൽക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഇരുന്നിട്ടോ എനിക്ക് ഉറക്കു വരുന്ന പേടിയുമുണ്ട്. ഞാനങ്ങനെ ഒരു റാഹത്തെടുക്കാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് നീങ്ങുകയാണ്. അപ്പോഴതാ ഞാൻ അവിടുന്ന് കാണുന്നു. ഞാൻ അവിടെ പോയി ചെറിയ സമയം അവിടെ ഇരിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഉറക്കു വരുന്നതിന് ചെറിയ പേടിയുണ്ട്. കാരണം ഉറങ്ങിപ്പോയാൽ എന്റെ ഒതു പോയി പോകുമോ എന്ന പേടിയാണ്. അപ്പോഴുണ്ട് സുന്നത്ത് ജമാഅത്തുകാരനല്ലാത്തൊരു കക്ഷി. അയാൾ എല്ലാവർക്കും അറിയാം, സുന്നി അല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അയാൾ വന്നിട്ട് ഒരു മുസല്ല കൊണ്ടുവന്ന് പള്ളിയിൽ പിരിച്ചിട്ട് ഒരു പലകയെടുത്തിട്ട് നിലത്ത് വെച്ച് ഒരു പലകയെടുത്തിട്ട് അതൊന്ന് ചുംബിച്ചു, അതൊന്ന് നെറ്റിമേൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, ശിയാക്കളെ നിങ്ങൾ കാണാറില്ലേ, ഒരു കല്ലും കൈ പിടിച്ച് നിസ്കരിക്കുന്ന കക്ഷികള്. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ചില കക്ഷികൾ അങ്ങനെയില്ലേ? അങ്ങനെയുള്ള ഒരു കക്ഷിയാണ്.
അയാൾ ഈ സാധനം എടുത്ത് നിലത്തവിടെ വെച്ചു. എന്നിട്ട് ആ പലകന്റെ മേലെ അയാൾ സുജൂദ് ചെയ്തു. ആ പലക എടുത്തിട്ട് പിന്നെയും അയാളെ കയ്യിലേക്ക് പലക നിസ്കാരത്തിൽ വെക്കുന്നു. അവസാനം അത് വലിയ ബഹുമാനത്തോടെ ചുരുട്ടിയിട്ട് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്തു. ഇയാളുടെ ഈ പുതിയ ഏർപ്പാടും പുതിയ നിസ്കാരവും ഒക്കെ കണ്ടപ്പോ എന്റെ മനസ്സിൽ തോന്നിപ്പോയി, ലൈതകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യൻ ഫീമാ ബൈനനാ, ഞങ്ങളെ കൂടെ എങ്ങാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയുടെ ഉപരിമണ്ഡലത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ആളുകൾ കൊണ്ടുവന്ന പുതിയ നിസ്കാരവും പുതിയ ശൈലിയും പുതിയ ആശയവും അതൊക്കെ ഒന്ന് നബിയോട് സങ്കടം പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ആ സങ്കടത്തോടുകൂടെ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞാൻ ഉറക്ക് വേണ്ടാന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഉറക്കൊഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കൊരു തൂങ്ങി ഉറക്കം ബാധിച്ചു. ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കിന്റെയും ഉണർവിന്റെയും ഇടയിലുള്ള രൂപത്തിലുള്ള ഒരു തൂക്കമാണ്. അപ്പോൾ ഞാൻ കാണുന്ന ഒരു വലിയ സ്വപ്നം, ഒരു വലിയ മൈതാനിയിൽ അതാ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നത് പോലെ ഒരുപാട് ആളുകൾ പങ്കെടുത്തിട്ടുള്ള ഒരു മൈതാനി. അവിടെ എല്ലാ ആളുകളും കൂടി ഒരു വ്യക്തിയെ വട്ടം കറങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഒരാൾ മധ്യത്തിൽ നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെയുള്ള ഒരാളോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ? ആരാണ് ഹൽക്കയിലുള്ളത്? ആലമുൽ മനാം, ഉറക്കിന്റെ ലോകം. അത് ഞാൻ റബ്ബുൽ ആലമീൻ എന്ന ആയത്ത് വിവരിക്കുമ്പോ ഉറക്കിന്റെ ലോകത്തെക്കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതുവരെ പ്രസംഗിച്ച പ്രസംഗം കേൾക്കാത്ത കക്ഷികൾ കഴിഞ്ഞ പ്രസംഗങ്ങളൊക്കെ ഒന്ന് CD വാങ്ങി കേൾക്കണമെന്ന് ഞാൻ ഉണർത്തുകയാണ്. ഉറക്കിന്റെ ലോകം ഏതാണെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നലെ ഇവിടെ ഉറക്കിൽ സ്വപ്നം കണ്ട വിവരം നിങ്ങൾ കേട്ടില്ലേ? നമ്മൾ അറിഞ്ഞും അറിയാതെയും സ്വപ്നങ്ങൾ പലതും നടക്കും. അത് അല്ലാഹുവിങ്കിൽ നിന്നുള്ളതാണ്. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഒരിക്കൽ കണ്ണൂർ ജില്ലയിലെ ഒരു സ്ഥലത്ത് വെച്ച് ഈ വേങ്ങാട് തരീക്കത്ത് എന്ന് പറഞ്ഞ പഴച്ച തരീക്കത്തിനെതിരെ പ്രസംഗിച്ചു. ആ തരീക്കത്തിന്റെ ആളായിട്ട് ഈ പന്താവൂർക്കാരനൊരു മൗലവി ഉണ്ടല്ലോ. മുമ്പ് ഒരു പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ, മാനസിക രോഗിയാണെന്ന്. KVM പന്താവൂർ എന്ന് പറയുന്നൊരു മൗലവി. ആ മൗലവിയെ കള്ളത്തരീക്കത്തിന്റെ ശൈഖിന്റെ അടുക്കൽ വന്നതിനെ സംബന്ധിച്ച് വിമർശിച്ച് പ്രസംഗിക്കുമ്പോ ഞാനന്ന് പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു പേഴ്ച പ്രസ്ഥാനത്തിന്റെ ആളാണെന്ന്. പുല്ലൂക്കര ജുമാഅത്ത് പള്ളിയിൽ ഉസ്താദിന്റെ കൂടെ പഠിക്കുന്ന ഒരു മുതഅല്ലിമ് അന്ന് എന്നെ തെറ്റിദ്ധരിച്ചു. ആ മുതഅല്ലിമ് പിന്നീട് എനിക്കൊരു കത്തയച്ചു. സുബ്ഹാനല്ലാഹ്, ഉസ്താദിന്റെ ഒരു കറാമത്ത് ഞാൻ അപ്പോഴാ മനസ്സിലാക്കിയത്. ആ കുട്ടിയുടെ തെറ്റിദ്ധാരണ മുഴുവനും ഒരു സ്വപ്നത്തിലൂടെ നീക്കിക്കൊടുക്കാൻ ഉസ്താദ് അവരുടെ കറാമത്ത് കൊണ്ട് സാധിച്ചിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പുല്ലൂക്കര ഉസ്താദ് ഒരു വലിയ മഹാനായിരുന്നു. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അങ്ങനെ സ്വപ്നം എന്ന് പറയുന്നത് മുഴുവനും തള്ളാനുള്ളതല്ല, എല്ലാം കൊള്ളാനുള്ളതുമല്ല. അതിന്റെ ലോകം വേറെ ഒന്നാണ്. ഇരിക്കട്ടെ, ഇത് മഹാനായ ഇമാം സാഫത്ത് അബുൽ ഫതീഹ് സാവി റളിയല്ലാഹു അൻഹു പറയാണ്, സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് ഒരു വലിയ സമ്മേളനമാണ്. മധ്യത്തിൽ ഒരാൾ നിൽക്കുന്നു, വട്ടം കറങ്ങിയിട്ട് ഒരുപാട് ആൾ വേറെയും നിൽക്കുന്നു. ഞാൻ ചോദിച്ചാരാണ്? ഇപ്പൊ മറുപടി കിട്ടി, ഹുവ റസൂലുള്ളാഹി. ഈ വട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ആള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഇതിന്റെ ചുറ്റുഭാഗത്തുള്ളതാരാണ്? ഹൗലായി അസ്ഹാബുൽ മദാഹിബി. അത് 4 മദ്ഹബിലുമുള്ള ഇമാമിങ്ങളാണ്. മധ്യത്തിലുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്താ പരിപാടി? യുരീദൂന അൻ യഖറഉ മദാഹിബഹും വഇഅ്തിഖാദഹും മിൻ കുതുബിഹിം അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസഹിഹുഹു അലൈഹി. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളും അവരെ പിൻഗാമികളായ ഇമാമിങ്ങളും അവരെ കിതാബുകളിലുള്ള വിഷയങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആത്മീയ ലോകത്ത് വായിച്ചു കേൾപ്പിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ്. നബി തങ്ങളുടെ അംഗീകാരത്തിന് വേണ്ടി വന്നതാണ്. ഞാനിങ്ങനെ നോക്കുമ്പോ ഒരു നല്ല കിതാബും എടുത്തിട്ടതാ ഒരു സുന്ദരനായ വ്യക്തി വരുന്നു. ഒരു വല്ലാത്ത കിതാബുണ്ട് കയ്യിൽ. ഉടനെ തന്നെ പറയപ്പെടുന്നു, അതാ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു വന്നു. അതാ ഞാൻ നോക്കി, ഫദഖല ഫീ വസ്തിൽ ഹൽഖ. ആ ഹൽഖയുടെ മധ്യത്തിലേക്ക് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കടന്നു ചെന്നു. വസല്ലമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നേരെ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാണ്. فرأيت رسول الله صلى الله عليه وسلم في جماله وكماله متلبسا بالثياب البيض المغسولة النظيفة من العمامة والقميص وسائر الثياب.
ശബാബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ഭംഗിയാണ്, എന്തൊരു ഭംഗിയാണ്, എന്തൊരു പൂർണ്ണതയാണ്. നല്ല വെളുത്ത നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് തലപ്പാവും നീളക്കുപ്പായവും ധരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നേരെ അങ്ങ് ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സലാം പറയുമ്പോൾ സലാം മടക്കുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടെ സമീപത്ത് അവിടെ ഇരുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇരുന്നു. അവിടുത്തെ മദ്ഹബിന്റെ കിതാബുകൾ ഇങ്ങനെ വായിച്ചു, വിശ്വാസപരമായ കാര്യങ്ങൾ വായിച്ചു. അത് കഴിഞ്ഞു, നബി തങ്ങൾ അംഗീകരിച്ചു. പിന്നെ ഓരോ മദ്ഹബിന്റെ ഇമാമിയങ്ങളും ഇങ്ങനെ വരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴതാ സഹോദരന്മാരെ വരുന്നു ഒരു മനുഷ്യൻ. ثم أتى بعده كل صاحب مذهب إلى أن لم يبق إلا القليل. ഓരോരുത്തരും ഇങ്ങനെ വരികയാണ്. അപ്പോഴതാ فلما فرغوا إذا واحد من المبتدئة الملقبة بالرافضة. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു പേച്ചുപോയി, ഉമർ ഇബ്നുൽ ഖത്താബ് പേച്ചുപോയി, ഉസ്മാൻ റളിയല്ലാഹു അൻഹു പേച്ചുപോയി എന്ന് വാദിച്ച റാഫിദുകൾ. ആ റാഫിദുകളിൽപ്പെട്ട ഒരു ചങ്ങാതി, ആ സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള ഒരു ചങ്ങാതി, അയാൾ അയാൾ വന്നിരിക്കുന്നു, നബിന്റെ അടുക്കൽ അയാളും വന്നിരിക്കുന്നു. അയാളുടെ കയ്യിൽ കിതാബില്ല, പിന്നെ ഒരു ഡയറി കുറിപ്പാണ്, കുറെ കടലാസുകൾ. ആ കടലാസുകളൊക്കെ കൂടി ഇങ്ങനെ ഒന്നാക്കി കൂട്ടിയിട്ട് കുറച്ച് കടലാസാണുള്ളത്. ആ കടലാസിൽ അവരെ വിശ്വാസവും കർമ്മമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ബൈൻഡ് ചെയ്തിട്ടില്ല, കാരണം ഇത് ഇടക്കിടക്ക് മാറ്റേണ്ടതാണ്. ബൈൻഡ് ചെയ്താൽ പിന്നെ പറിക്കേണ്ടി വരും, അതുകൊണ്ട് മാറ്റേണ്ടത് കൊണ്ട് ബൈൻഡ് ചെയ്തിട്ടില്ല. കുറച്ച് കടലാസും കെട്ടും കൊണ്ടാവുന്നത്. അയാളിങ്ങ് വന്നപ്പോ ഫഖറജ വാഹിദുൻ മിമ്മൻ കാന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയുള്ള ഒരു മഹാനായ ഇമാമ് അവിടുന്ന് ചാടി ഇങ്ങോട്ട് എഴുന്നേറ്റു. എഴുന്നേറ്റിങ് വന്നിട്ടോ വസജറഹു, അവനെ അങ്ങോട്ട് വിരട്ടിയില്ലേ, പോടാ. വാഹദൽ കരാരീസ, അവന്റെ കയ്യിലെ കടലാസ് മുഴുവനും ആ ഇമാം പിടിച്ചിങ് വാങ്ങി. മിനിയദിഹി, അവന്റെ കയ്യിൽ നിന്ന് വറമാഹാ ഇലാ ഖാരിജിൽ ഹൽഖ, കൊണ്ടുപോടാ നിന്റെ കടലാസും കിട്ടും എന്നും പറഞ്ഞ് വലിച്ചൊരേറ് കൊടുത്തു ആ ഇമാമ്. വതറദഹു വഹാനഹു, പോടാ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഇമാമിങ്ങൾ ഒരുമിച്ച് കൂടിയത് കണ്ടിട്ട് നീ നിന്റെ കടലാസൊത്ത് നിനക്കും കയറാമെന്നാണോ ധരിച്ചത്? പോടാ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ആട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ നോക്കി, ഓരോ ഇമാമിങ്ങളും ഓരോ കിതാബുകൾ ഇങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ അതിനിടയ്ക്ക് ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വന്നിട്ടുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കിതാബും വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇമാമിങ്ങളൊക്കെ വായിച്ചു. ആ വായിച്ചതൊക്കെ നബി തങ്ങൾ കേട്ടു. അങ്ങനെ നോക്കുമ്പോൾ ഓരോരുത്തരും വായിച്ച് കഴിഞ്ഞു. ഞാൻ അതോടെ ഗുരുത്വത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ആരാ വായിക്കാനുള്ളത് ഞാൻ ഇങ്ങനെ നോക്കുകയാണ്. അപ്പൊ നോക്കുമ്പോ ഇനി ഒരാളും വായിക്കാൻ ബാക്കിയില്ല. ഞാൻ കുറച്ചൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊള്ള അങ്ങോട്ട് അടുത്തു. വകാന ഫീ യദി കിതാബുൻ മുജല്ലദുൻ, എന്റെ കയ്യിലുമുണ്ട് ഒരു മുജല്ലദായ കിതാബ്. ഫനാദൈതു, ഞാൻ വിളിച്ചു, യാ റസൂലല്ലാഹ് ഹാദൽ കിതാബു മുഅ്തഖദീൻ വമുഅ്തഖദു അഹ്ലിസ് സുന്നഹ്, ഇതിൽ എന്റെ വിശ്വാസം ഉൾക്കൊള്ളുന്ന കിതാബാണ് നബിയേ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം പറയുന്ന കിതാബാണ് നബിയേ. ലൗ അദിൻതലി ഹത്താ അഖറഹു അലൈക, തങ്ങളൊന്ന് സമ്മതം തന്നാ ഞാനൊന്ന് വായിക്കാം. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം വയസ്ദാക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഏതാണ് ആ കിതാബ്? ഖുൽതു യാ റസൂലല്ലാഹ് ഹുവ ഖവായിദുൽ ലഖായിദ് അല്ലദീ സന്നഫഹുൽ ഇമാമുൽ ഗസ്സാലി, ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു എഴുതിയ ഖവായിദുൽ ലഖായിദ് എന്ന കിതാബാണ് നബിയേ. ഇമാം ഗസ്സാലിയുടെ കിതാബാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, നീ വായിച്ചോ. ഞാൻ ഇരുന്ന് വായന തുടങ്ങി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കിതാബ് ഖവായിദുൽ ലഖായിദ് വഫീഹി അർബഅത്ത് ഫുസൂൽ. الفصل الأول في ترجمة عقيدة أهل السنة في كلمتي الشهادة التي هي أحد مباني الإسلام، فنقول وبالله التوفيق الحمد لله المبدي المعيد الفعال لما يريد
الجديد ذي العرش المجيد والبطش الشديد الهادي صفوة الأمين إلى المنهج الرشيد والمسلك السديد المنعم عليهم بعد شهادة التوحيد بحراسة عقائدهم من ظلمات التشكيك والترديد السابق بهم من اتباع رسوله المصطفى صلى الله عليه وسلم واقتفاء صحبه الأكرمين بالتأييد والتسديد المتدل عنهم في ذاته وأفعاله بمحاسن أوصافه എന്നിങ്ങനെ തുടങ്ങിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും മഹാന്മാരായ മുൻഗാമികളൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആശയത്തെ സംബന്ധിച്ചും അല്ലാഹുവിന്റെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ വിവരിച്ച് ഷഹാദത്ത് കലിമയുടെ ഒന്നാം ഭാഗം വിവരിച്ചുകൊണ്ടുള്ള ആ വിശദീകരണങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ വല്ലവ്വലു വല്ലാഹിറു വൽബാത്തിനു വല്ലാഹിറു വഅന്നഹു ലൈസ ബിജിസ്മിൻ മുസവ്വരിൻ വലാ ജൗഹരിൻ മഹ്ദൂദിൻ മഖ്ദൂറാതുഹു ലാ യുമാഥിലു അജ്സാമ ലാ ഫി തഖ്ദീരി വലാ ഫി ഖബൂലിൽ ഇൻഖിസാം. അല്ലാഹു തആല ശരീരമുള്ളവനല്ല, അവയവങ്ങളുള്ളവനല്ല, തടിയുള്ളവനല്ല, ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനല്ല, കിടക്കുന്നവനല്ല. അങ്ങനെ തുടങ്ങിയിട്ട് പടച്ചവനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലൈസ കമിസ്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നുമില്ല. വലാ ഹുവ മിസ്ലു ശൈഇൻ, ഒരു സാധനവും അല്ലാഹുവിനെ പോലെയില്ല, അല്ലാഹ് മറ്റൊന്നു പോലെയല്ല. ഇങ്ങനെ പറഞ്ഞിട്ട് ലാ യുഹിദ്ദുൽ മിഖ്ദാർ വലാ തഹ്വീൽ അഖ്താർ വലാ തുഹീതു ബിൽ ജിഹാദ്, അല്ലാഹുവിന് വലത് ഭാഗം, ഇടത് ഭാഗം, മുൻഭാഗം, പിൻഭാഗം, മേൽഭാഗം, താഴ്ഭാഗം പോലെയുള്ള ഭാഗങ്ങളില്ല. അല്ലാഹു തആല അർശിന്റെ മേൽ ഇസ്തിവാ ചെയ്തു എന്ന് പറഞ്ഞാൽ വബിൽ മാനല്ലദി അറാദഹു ഇസ്തിവാ മുനസ്സഹൻ അനിൽ മുമാസത്തി വൽ ഇസ്തിഖ്റാരി, തൊട്ടുകൊണ്ടുള്ളതല്ല, സ്ഥിരപ്പെട്ടുകൊണ്ടുള്ളതല്ല, ഇരുന്നു കൊണ്ടുള്ളതല്ല, ഇറങ്ങിക്കൊണ്ടുള്ളതല്ല. അല്ലാഹുവിന് നീങ്ങലില്ല. അല്ലാഹു തആല ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് നീങ്ങലില്ല. അർശിനെ അല്ലാഹു തആല യഹ്മിലുൽ അർശു, അർശ് അല്ലാഹുവിനെ ചുമക്കുന്നില്ല. അതേ സമയത്ത് അതാ ബലിൽ അർശു ഹമലതുഹു മഹ്മൂലൂന ബിലുത്ഫി ഖുദ്റതിഹി, അർശും അർശിനെ ചുമക്കുന്ന മലക്കുകളുമൊക്കെ അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് നിൽക്കുന്നവരാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും വിവരിച്ചുകൊണ്ട് അല്ലാഹു അർശിന്റെയും എല്ലാറ്റിന്റെയും മേലെയാണ്. അവനേക്കാൾ മേന്മയുള്ള മറ്റൊരാളില്ല. ഏറ്റവും വലിയ, ഏറ്റവും മേലെയായവൻ അല്ലാഹുവാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ഥാനമുള്ളവൻ അല്ലാഹുവാണ്, എല്ലാ ദറജകളും ഉള്ളവൻ അല്ലാഹുവാണ്. ഇങ്ങനെ അല്ലാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് അല്ലാഹു തആല സ്ഥലങ്ങളെ മുഴുവനും പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അല്ലാഹു ഒരു സ്ഥലത്തുമല്ല, സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു ഉണ്ട്. കാന ഖബ്ല അൻ ഖലഖ അസ്സമാന വൽ മകാന വഹുവ അലാ മാ നഹികാൻ, സ്ഥലങ്ങളെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യമില്ല, അല്ലാഹു ഒരു സ്ഥലത്താണെന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ വിവരിച്ച അല്ലാഹുവിനെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ഇമാം ഗസാലി വിവരിച്ചത് ഇങ്ങനെ വായിച്ച് കുറെ പേജുകളുണ്ട്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. രണ്ടാമത്തെ കലിമത്തിന്റെ അർത്ഥം ഗസാലി ഇമാം വിവരിച്ചത് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുകയാണ്. മാനൽ കലിമത്തി സാനിയത്തി വഹിയ ശഹാദത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു തആല ബഅസ നബിയ്യൽ ഉമ്മിയ്യൽ ഖുറശിയ്യ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിരിസാലത്തിഹി ഇലാ കാഫത്തിൽ അറബി വൽ അജ്മി വൽ ജിന്നി വൽ ഇൻസി. ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പറഞ്ഞയച്ചതിനെ സംബന്ധിച്ച് ഷഹാദത്ത് കലിമയുടെ രണ്ടാം ഭാഗം വിവരിച്ചുകൊണ്ട് ഗസാലി ഇമാം എഴുതിയത് ഞാൻ വായിക്കുകയാണ്. ആ ഖുറൈശി തറവാട്ടുകാരനായ ഉമ്മിയായ നബിയെ അല്ലാഹു പറഞ്ഞയച്ചു മുഹമ്മദ് നബിയാണത്. എല്ലാ അറബികളിലേക്കും അനറബികളിലേക്കും ജിന്നുകളിലേക്കും മനുഷ്യന്മാരിലേക്കും ഒക്കെ അയക്കപ്പെട്ട ആളാണത് എന്നിങ്ങനെ ഞാൻ വിവരിക്കുമ്പോ ഫലമ്മാ ബലഗതു ഇലാ ഹാദാ, വിവരിച്ചിട്ട് ഞാൻ അവിടെ എത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുന്ന ആ സ്ഥലത്ത് ഞാൻ എത്തിയപ്പോ റഅയ്തുൽ ബസാസത വത്തബസ്സുമ ഫീ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദന്തഹൈതു ഇലാ നാതിഹി വസിഫതിഹി ഫൽതഫത ഇലയ്യ. അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു എഴുതി വെച്ചത് ഞാൻ വായിച്ചെത്തിയപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്ത് ഞാനൊന്ന് നോക്കുമ്പോ എന്തൊരു പുഞ്ചിരിയാണ്, എന്തൊരു സന്തോഷമാണ്. ആ സമയത്ത് എന്നിലേക്കൊന്ന് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് ഒരു ചോദ്യം, ഐനൽ ഗസാലി, ഐനൽ ഗസാലി, ഇമാം ഗസാലി എവിടെ, ഇമാം ഗസാലി എവിടെ? നോക്കുമ്പോൾ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടെ ഹാജരായിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗസാലി ഇമാം എത്തിക്കഴിഞ്ഞു. ഉടനെ തന്നെ ഗസാലി ഇമാം തങ്ങൾ പറയുന്നു, ഹാനദാ യാ റസൂലല്ലാഹ്, ഹാനദാ യാ റസൂലല്ലാഹ്, തങ്ങൾ എന്നെ അന്വേഷിച്ചോ നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. വതഖദ്ദമ വസല്ലമ അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമീപത്തേക്ക് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം ചൊല്ലി. നബി തങ്ങൾ സലാം മടക്കി.
മടക്കലോടുകൂടെ തന്നെ അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ഗസാലിക്ക് നീട്ടിക്കൊടുത്തു. വൽ ഗസാലി യുഖബ്ബിലു യദഹു വയളു ഖദ്ദൈഹി അലൈഹാ തബറുകം ബിഹി വബിയദിഹിൽ അസീസത്തിൽ മുബാറക. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയും അവിടുത്തെ ശരീരവും ചുംബിച്ചുകൊണ്ടിരിക്കുന്നു, കവിൾത്തടം വെച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഇരുന്നു. എന്തൊരു സന്തോഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഞാൻ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കിതാബ് വായിച്ചു കൊടുത്തപ്പോ ഞാൻ ഉറക്കനെട്ടി തെളിഞ്ഞുപോയി. തെളിഞ്ഞു നോക്കുമ്പോൾ എന്റെ കണ്ണിലൂടെ വെള്ളം ഇങ്ങനെ ഒലിക്കുന്നു. ഞാൻ വലിയ സന്തോഷത്തിലായിപ്പോയി. ഞാൻ പള്ളിയിൽ ഹറമിൽ വന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ഒരു വിരോധി ഒരു പുതിയ നിസ്കാരം നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടാൽ തിരക്കേടില്ല. ഞാൻ പറഞ്ഞിട്ട് എനിക്കൊക്കെ അല്ലാഹു തആല കാണിച്ചു തന്നില്ലേ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കാണിച്ചു തന്നു, ഇമാമിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ പവറും കാണിച്ചു തന്നു, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമിങ്ങളെ തല്ലിയിട്ട് പോകുന്ന പുത്തൻവാദിയെ ആട്ടി ഓടിക്കുന്നതും എനിക്ക് കാണിച്ചു തന്നില്ലേ. എനിക്ക് വലിയ സന്തോഷമായി പോയി എന്ന് ഇമാം അബുൽ ഫത്ഹ് അസ്സാവി റളിയല്ലാഹു അൻഹു അവിടുന്ന് കണ്ട പ്രധാനപ്പെട്ട ഒരു സ്വപ്നം പറഞ്ഞപ്പോ അത് ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു തബീനു കദിബിൽ മുഫ്തരി ഫീമാ നുസ്ബ ഇലൽ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി എന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു. ഓ മുസ്ലിമീങ്ങളെ, എല്ലാ സ്വപ്നവും കളവാണെന്ന് പറയാൻ പറ്റുമോ? നബിമാരുടെ സ്വപ്നം വഹയാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനെ അറക്കാൻ പോയത് സ്വപ്നം കണ്ടിട്ടല്ലേ? പക്ഷെ അമ്പിയാക്കളുടെ സ്വപ്നമായതുകൊണ്ട് അത് വഹയാണ്. അതുപോലെ ഔലിയാക്കളുടെ ചില അറിവുകൾ അത് വലിയ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ കള്ളത്തരീക്കത്തിന്റെ ശൈഖന്മാരോ കള്ളത്തരീക്കത്തിന്റെ ആൾക്കാരോ ഞങ്ങളെ ശൈഖ് സ്വപ്നം കണ്ടതാണെന്ന് പറഞ്ഞിട്ട് ശരീഅത്തിനെതിരായ ഒരാശയം കൊണ്ടുവന്നാൽ അത് അംഗീകരിക്കാൻ നിവൃത്തിയില്ല. അത് ഞാൻ മുമ്പ് വിവരിച്ചിട്ടുണ്ട്. കാരണം ഉണർവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതിനെതിരായി ഉറക്കിൽ റസൂലുള്ളാഹി പറയൂല. അതുകൊണ്ട് ഉണർവിൽ പഠിപ്പിച്ചതിനെതിരല്ലാത്ത കാര്യങ്ങൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് മുതോൽബലകമായ കാര്യമായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇനി വളരെ പെട്ടെന്ന് ഞാൻ വായിച്ചിട്ട് നമ്മുടെ ചോദ്യങ്ങളെ മറുപടി പറയുന്നു. നമുക്ക് നിക്കറും ദുആയും ചൊല്ലിയിട്ട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആ ഇജാബത്തുള്ള മജ്ലിസായി സ്വീകരിക്കട്ടെ. ഞാൻ എന്റെ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് കടക്കുന്നു. ഒന്ന്, എത്ര സ്വർണം സൂക്ഷിച്ചു വെച്ചാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? സ്വർണം സ്ത്രീകളുടെ ആഭരണമായി വാങ്ങിയതോ ഉണ്ടാക്കപ്പെട്ടതോ സ്ത്രീകൾക്ക് ആഭരണമായി ഉപയോഗിക്കാനുള്ളതാണെങ്കിൽ അവരെല്ലാ ദിവസവും ധരിച്ചു കൊള്ളണമെന്നില്ല. അവർ ഇടക്കിടക്കെങ്ങാനും ധരിക്കുന്നതാണെങ്കിലും സ്ത്രീകൾക്ക് ആഭരണമായി ധരിക്കാനുള്ള സ്വർണത്തിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നതിൽ ഇമാമിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ പ്രബലമായ അഭിപ്രായത്തിൽ ആഭരണത്തിന്, സ്ത്രീകളുടെ ആഭരണത്തിന് സ്ത്രീകൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നാണ്. ഖദീമായ ഖൗലിൽ കൊടുക്കണം എന്നുണ്ട്, ഹനഫി മദ്ഹബിലും കൊടുക്കണം എന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യം, എത്ര സ്വർണം സൂക്ഷിച്ചു വെച്ചാലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നാണ്. പവൻ കണക്കിന് വിവരിക്കാമോ? പവനും പറഞ്ഞാൽ മതിയാകുന്നില്ല, ഗ്രാം പറഞ്ഞാലാ മനസ്സിലാക്കുക. ഒരു ഗ്രാമിന് 8 ഗ്രാമാണ് ഒരു പവൻ. 85 ഗ്രാം സ്വർണം സൂക്ഷിച്ചു വെച്ചാൽ സക്കാത്ത് കൊടുക്കേണ്ടതാണ്. രണ്ടാമത്തെ ചോദ്യം, തന്റെ സ്വർണത്തിൽ നിന്ന് ഭർത്താവിന്റെ സമ്മതം കൂടാതെ ദീനീ സ്ഥാപനത്തിലേക്ക് സദഖ ചെയ്യാമോ എന്നാണ്. ഭർത്താവിന് ഭാര്യയുടെ സ്വത്തിന് അവകാശം ഇല്ല മരിച്ചാലല്ലാതെ. മരിക്കുന്നതിന് മുമ്പ് ഭാര്യയുടെ സ്വത്ത് അവളുടേതാണ്. അവൾക്ക് ആഖിറത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി അവൾ സദഖ ചെയ്യുന്നതിന് തെറ്റില്ല. പക്ഷേ ഞാൻ എന്റെ ആഖിറത്തിന് വേണ്ടി കൊടുക്കുകയാണ്, നിങ്ങൾക്ക് സമ്മതമായിരിക്കില്ലേ, നിങ്ങൾ എന്റെ ആഖിറം നഷ്ടപ്പെടുത്തൂലല്ലോ എന്നൊരു സമ്മതം ചോദിച്ച് സമ്മതം വാങ്ങി വെച്ചാൽ പിന്നീട് പണത്തിനെ അധികം സ്നേഹിക്കുന്ന ഭർത്താക്കന്മാര് കുലുമാൽ ഉണ്ടാക്കാതിരിക്കാൻ നല്ലതാണ്. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ, നീ കൊടുക്കൽ നീ കൊടുത്തോ, ഒന്നെന്നോട് ചോദിച്ചുകൂടായിരുന്നോ എന്ന് പറയാനുള്ള ഒരു അവസരം വെക്കാതിരിക്കാൻ ഭർത്താവ് അങ്ങനെ ഒരു കുലുമാലുണ്ടാക്കുന്ന സൈസാണെങ്കിൽ ഒന്നെങ്കിൽ ചോദിച്ചു കളയുന്നത് അയാളെ മനസ്സ് തൃപ്തിപ്പെടുത്താൻ വേണ്ടി നല്ലതാണ്. 3,
ഉള്ളു പരിശോധിച്ചാൽ കുളി നിർബന്ധമാകുമോ? കുളി നിർബന്ധമാകുന്ന കാര്യത്തിൽ ഉള്ളു പരിശോധിക്കുക എന്നത് എണ്ണപ്പെട്ടിട്ടില്ല. 4, എയ്റ്റീര് ഭർത്താവിന്റെ സമ്മതം കൂടാതെ കുടിക്കാമോ? അത് ദശമൂലാരിഷ്ടവും മറ്റ് മരുന്നുകളൊക്കെ കുടിക്കുന്നതിന്റെ അതേ വിധിയാണ് എയ്റ്റീര് കുടിക്കുന്നതിന്റെയും വിധി. മറ്റ് മരുന്നുകൾ ഭർത്താവിന്റെ സമ്മതം ഇല്ലാതെ കുടിക്കാമോ? എങ്കിൽ ഇതും കുടിക്കാം. അത് കുടിച്ചുകൂടെയോ? എങ്കിൽ ഇതും കുടിച്ചുകൂടാ. അതുകൊണ്ട് അതിന് പ്രത്യേകം ഒരു നിയമം ഇല്ല. രണ്ടാമത്തത്, എഴുത്തുനീര് കുടിക്കാമോ തെളിവുണ്ടോ എന്നാണ്. അതിന് തെളിവുണ്ട്. എഴുത്തുനീര് നമ്മളെ നാട്ടിൽ സാധാരണ പറയുന്നത് ആയത്ത്, അതുപോലെ ബഹുമാനപ്പെട്ട ഇസ്മുകൾ, പേരുകൾ, അങ്ങനെ ബഹുമാനമുള്ള ദിക്റുകൾ പിഞ്ഞാണത്തിൽ എഴുതി മായ്ച്ചു കുടിക്കുന്നതിനാണ് എഴുത്തീര് കുടിക്കുക എന്ന് പറയുന്നത്. അത് പണ്ഡിതന്മാർക്കിടയിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനേക്കാൾ വിവരമുണ്ടെന്ന് എഴുത്തീര് കുടിക്കാൻ പാടില്ല എന്ന് പറയുന്ന കക്ഷികൾ അവരുടെ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ പണ്ഡിതനാണ് ഇബ്നു തൈമിയ്യ. ആ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിലെ 1-ാം വാള്യം 307-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുകയാണ്, വൈദാ കുതിബ ശൈഉം മിനൽ ഖുർആനി അവി ദിക്രി, ഖുർആനിൽ നിന്ന് വല്ലതും, അവി ദിക്രി അല്ലെങ്കിൽ ദിക്റിൽ നിന്ന് വല്ലതും എഴുതപ്പെട്ടാൽ, ഫീ ഇനാഇൻ ഒരു പാത്രത്തിൽ, ഔ ലൗഹിൻ അല്ലെങ്കിൽ ഒരു പലകയിൽ, വമുഹിയ ബിൽ മാഇ വഗൈരിഹി എന്നിട്ട് വെള്ളം കൊണ്ടോ അല്ലെ നല്ല ജീരകത്തിന്റെ വെള്ളം കൊണ്ടോ അല്ലെ വേറെ എന്തെങ്കിലും സാധനം കൊണ്ടോ അത് മയക്കപ്പെടുകയും ചെയ്താൽ, വസുരിബ ദാലിക എന്നിട്ട് അത് കുടിക്കുകയും ചെയ്താൽ, ഫലാ ബഅസ ബിഹി അതുകൊണ്ട് ഒരു തരക്കേടും ഇല്ല. നസ്സ അലൈഹി അഹ്മദ് അതിന് തരക്കേടില്ലെന്ന് 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠം പഠിച്ച ലോകപ്രസിദ്ധ പണ്ഡിതനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്, ബുഖാരി ഇമാമിന്റെ ഉസ്താദ. വഗൈറുഹു മറ്റുള്ള പണ്ഡിതന്മാരും പറഞ്ഞിരിക്കുന്നു. വനഖലു ആ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിരിക്കുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഇദ്ദേഹത്തിന് നീ മനസ്സിലാക്കി കൊടുക്കണേ അല്ലാഹ് എന്ന് പ്രത്യേകം ദുആ ചെയ്തു കൊടുത്ത സഹാബിയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, അന്നഹു കാന യക്തുബു കലിമാത്തിൻ മിനൽ ഖുർആൻ. ആ സഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ നിന്നുള്ള ചില വാചകങ്ങൾ എഴുതാറുണ്ട്, വദ്ദിക്ർ ദിക്റും എഴുതാറുണ്ട്, വയഅ്മുറു ബി അൻ തുസ്ഖാ ലിമൻ ബിഹി ദാഉൽ, രോഗമുള്ള ആൾക്കത് കുടിപ്പിക്കപ്പെടാൻ ബഹുമാനപ്പെട്ടവർ കൽപ്പിക്കാറും ഉണ്ട്. വഹാദാ യഖ്തദി അന്ന ലിദാലിക ബറക അതുകൊണ്ട് അങ്ങനെ എഴുതി കുടിക്കുന്നതിന് ബറക്കത്തുണ്ട് എന്ന് ഇത് പഠിപ്പിക്കുന്നു എന്ന് ഇബ്നു തൈമിയ്യ അതേ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട്, സ്വഹാബത്തിന്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുന്നു. അതുപോലെ ധാരാളം ഉണ്ട് ഗർഭിണികൾക്ക്, ഇദാ അസുറ അലൽ മർഅതി വലദുഹാ, ഗർഭിണിക്ക് പ്രസവം വേദന കിട്ടിയിട്ട് കുട്ടി പുറത്തു വരാതെ വിഷമമായി പോയാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാണ്, ഫൽയക്തുബ് ഹാതൈനിൽ ആയതൈൻ, 2 ആയത്ത് എഴുതി കൊടുക്കട്ടെ. ഇതിന് 2 ആയത്ത്, വൽ കലിമാത്ത് വേറെ ചില കലിമത്തുകൾ അത് എഴുതിയിട്ട് കുടിപ്പിക്കാൻ നന്ദി പറയുന്നു. അത് ഒന്ന് ബിസ്മില്ലാഹി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹലീമുൽ കരീം, സുബ്ഹാനല്ലാഹി റബ്ബിസ് സമാവാതി സബഇ വ റബ്ബിൽ അർശിൽ അളീം, കഅന്നഹും യൗമ യറൂനഹാ ലം യൽബസൂ ഇല്ലാ അശിയ്യതൻ ഔ ളുഹാഹാ, കഅന്നഹും യൗമ യറൂന മാ യുഅദൂന ലം യൽബസൂ ഇല്ലാ സഅതൻ മിൻ നഹാർ ബലാ ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ എന്ന ആയത്ത് എഴുതി കൊടുക്കാൻ വേണ്ടി സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം ഇമാം ബുഖാരിയുടെ ഉസ്താദുമാരിൽപ്പെട്ട ഇമാം ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു മുസന്നഫിന്റെ 5-ാം വാള്യം 433-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കും. ഇതുകൊണ്ട് തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതുപോലുള്ള പണ്ഡിതന്മാരെല്ലാം ഖുർആൻ എഴുതി കുടിക്കുന്നത് ഒരു വിരോധമില്ലെന്നും രോഗികൾക്കും മറ്റും അത് കുടിപ്പിക്കുന്നതിൽ ഒരു തകരാറുമില്ലെന്നും വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 5-ാമത്തെ ചോദ്യം, കല്യാണ ദിവസം പുതുപെണ്ണിന് മുല്ലപ്പൂ ചൂടിക്കുവാൻ ഇസ്ലാമിൽ വല്ല നിയമവും ഉണ്ടോ? അങ്ങനെ കല്യാണ ദിവസം ഒരു പെണ്ണിനെയും മുല്ലപ്പൂ ചൂടിക്കണം എന്ന് ഇസ്ലാമിൽ നിയമം ഇല്ല. ചൂടിക്കണം എന്ന് ഒരു കിതാബിലും പറഞ്ഞിട്ടില്ല. ചില പണ്ഡിതന്മാർ പറയുന്നത് കേട്ടു, പൂ ചൂടുന്നതിന് വിരോധം ഇല്ല എന്ന്. അത് ശരിയാണോ? ഒരു സ്ത്രീ എപ്പോഴെങ്കിലും ഒരു പൂവോ അല്ലെ 4-5 പൂവോ എപ്പോഴെങ്കിലും ആരും കാണാതെ അവളെ തലയിൽ എടുത്തു വെച്ചാൽ അതിൽ തെറ്റൊന്നും ഇല്ല. അതുപോലെ ഭർത്താവിന്റെ റൂമിൽ കയറുമ്പോ 4-5 പൂവ് എടുത്തു വെച്ചിട്ട് അവൾ ഭർത്താവിന്റെ വീട്ടിൽ റൂമിൽ കയറിയാലും കുഴപ്പമൊന്നും ഇല്ല. പൂ തലയിൽ വെച്ചുകൂടാന്ന് ഒറ്റ കിതാബിലും ഇല്ല.
അതേ സമയത്ത് ഹിന്ദുമതത്തിന്റെ ആചാരമായി അവർ നടത്തുന്നത് പോലെയും തലമറക്കാത്ത വിധത്തിൽ പൂ ചൂടിയിട്ട് മറ്റുള്ള പുരുഷന്മാരെ മുഴുവനും ആകർഷിപ്പിക്കുന്ന ശൈലിയിലും മറ്റ് മതത്തിന്റെ ആചാരത്തോട് തുല്യത കാണിക്കുന്ന വിധത്തിലും പൂ ചൂടിപ്പോകുന്ന പരിപാടി അത് ഉപേക്ഷിക്കേണ്ടതാണ് മുസ്ലിം സമുദായം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തെ ചോദ്യം, ഔറത്ത് കാണിക്കാതെ ഏത് വസ്ത്രവും ധരിക്കാൻ പറ്റുമോ? പറ്റില്ല. പുരുഷന്മാർ പട്ടിന്റെ വസ്ത്രം ഔറത്ത് മറച്ചാലും ധരിക്കാൻ പാടില്ല. സ്ത്രീകൾക്ക് പട്ട് ധരിക്കുന്നതിന് വിരോധം ഇല്ല. എന്നാൽ ശരീരത്തിന്റെ വലിപ്പം ശരിക്കും എടുത്തു കാണിക്കുന്ന വിധത്തിലുള്ള വസ്ത്രങ്ങൾ പുരുഷന്മാരും ധരിക്കരുത്, സ്ത്രീകളും ധരിക്കരുത്. സ്ത്രീകൾ അത് ധരിക്കുന്നത് പുരുഷന്മാര് ധരിക്കുന്നതിനേക്കാൾ അപകടകരമാണ്. അതുകൊണ്ട് ശരീരം പൂർണ്ണമായി മറക്കുന്ന വസ്ത്രം തന്നെ ശരീരത്തിന്റെ വണ്ണവും വലിപ്പവും ഭർത്താക്കന്മാർക്ക് അല്ലാത്തവർക്ക് നോക്കി രസിക്കാൻ കാരണമാകുന്ന വിധത്തിൽ ധരിക്കുന്നത് പാടില്ലാത്തതാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യം, പുരുഷന്മാർ മീശ വടിക്കുന്നതിന്റെ വിധി എന്താണ്? മീശ വെട്ടണം എന്നാണ് സുന്നത്ത്. മീശ വടിച്ചു കളയുന്നത് അത് കറാഹത്താണ്, അത് പാടില്ലാത്തതാണ് എന്നാണ് അതിന് മറുപടി പറയേണ്ടത്. മീശ തീരെ എടുത്തു കളയാം എന്ന് പറഞ്ഞവരും ഉണ്ട്. പക്ഷേ അത് മറ്റു ചില കൗലുകളാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് പ്രബലമായ അഭിപ്രായം ഈ രൂപത്തിലാണ്. എട്ടാമത്തെ ചോദ്യം, ഉളുഹിയ്യത്തിന്റെ മാംസം ദാനമായി കിട്ടിയവന് വിൽക്കാമെന്ന് ഇന്നലത്തെ വഅദിൽ പറഞ്ഞിരുന്നല്ലോ. എന്നാൽ അത് എന്നാത്തായിരിക്കും? ഇന്നലെ ചോദ്യം വന്നുകൊണ്ടാണ്. എന്നാൽ അത് വിൽക്കുകയാണെങ്കിൽ വിൽക്കപ്പെടുന്നത് മുസ്ലിമിനായിരിക്കണം എന്നല്ലേ തുഹ്ഫ 9/365 നിന്ന് മനസ്സിലാവുന്നത്? ഇത് വിശദീകരിച്ചാലും വിൽക്കാം എന്നേ നാം പറഞ്ഞിട്ടുള്ളൂ, ആർക്ക് വിൽക്കാം എന്ന് നാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അത് വിൽക്കുന്നത് മുഅ്മിനീങ്ങൾക്കായിരിക്കണം എന്ന് നിയമം പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. ഉളുഹിയ്യത്തിന്റെ മാംസം അത് ഒരു പ്രത്യേക കർമ്മത്തിന്റെ മാംസമാണ്, ഒരു സാധാരണ മാംസം അല്ല. അതുകൊണ്ട് അതിന് അതിൻ്റെതായ ചില നിബന്ധനകളും നിയമങ്ങളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അത് വിൽക്കാന്ന് പറഞ്ഞത് തന്നെ ഉളുഹിയ്യത്ത് അർത്ഥവൻ വിൽക്കാൻ പാടില്ല. അതുപോലെ അത് കിട്ടിയ പണക്കാരും വിൽക്കാൻ പാടില്ല. സാധുക്കൾക്ക് കിട്ടിയാൽ, സാധുക്കൾ മിസ്കീന്മാർക്കും ഫക്കീറന്മാർക്കും കിട്ടിയാൽ അവർക്ക് വേറൊരു മുഅ്മിനായ മനുഷ്യന് അത് വിറ്റ് കാശാക്കുന്നതിന് വിരോധം ഇല്ല. ഏതുപോലെ ഉളുഹിയ്യത്തിന്റെ തോല് ഒരു പാവപ്പെട്ട മനുഷ്യന് കിട്ടിയാൽ അയാൾക്കത് വിൽക്കാം. പക്ഷെ ഉളുഹിയ്യത്ത് അറുത്തവൻ അത് വിൽക്കാൻ പാടില്ല, അത് കൂലിയായി കൊടുക്കാൻ പാടില്ല. അതിന്റെ നിയമം അങ്ങനെയാണ്. അതുപോലെ മുതലാളിമാർക്ക് കൊടുത്തിട്ട് അവരും അത് വിൽക്കാൻ പാടില്ല. പാവപ്പെട്ടവന് അത് വിൽക്കാം എന്നാണ് നിയമം. അത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മിറ്റിക്കും ഒരു സ്ഥാപനത്തിനും ഉളുഹിയ്യത്തിന്റെ തോല് കൊടുക്കരുത് എന്നും ഞാൻ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. 9, പള്ളിയിൽ ആണ്ട് നേർച്ച കഴിച്ച് ബാക്കിയുള്ള സംഖ്യ കൊണ്ട്, ഏതായാലും ആണ്ട് നേർച്ച കഴിക്കാന്നുള്ളിടത്തിലെത്തിയല്ലോ, സന്തോഷം. ആണ്ട് നേർച്ച കഴിച്ച് ബാക്കിയുള്ള സംഖ്യ കൊണ്ട് പള്ളിയിലെ ആവശ്യാർത്ഥം പഠന സംബന്ധമായ കിതാബുകൾ വാങ്ങാൻ പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കും പള്ളി മഹല്ലുകാർക്കും ആഗ്രഹമുണ്ട്. ആയത് പാടുണ്ടോ എന്ന് അറിയിക്കാമോ? ഏത് പിരിവ് നടത്തുമ്പോഴും ആ പിരിവ് എന്തൊന്നിനു വേണ്ടിയാണോ പിരിച്ചത് അതിനു വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് സിമന്റിന് വാങ്ങിയ പൈസ കൊണ്ട് മൈക്കിന്റെ വാടക കൊടുത്തുകൂടാ. അതുപോലെ സ്ഥലത്തിന് വേണ്ടി വാങ്ങിയ പൈസ കൊണ്ട് നമുക്ക് ഇവിടെ പോസ്റ്ററിന്റെ പൈസ കൊടുത്തുകൂടാന്ന് പറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ എന്തിനു വേണ്ടി പിരിവെടുത്തോ അതിനു വേണ്ടി ചെലവഴിക്കേണ്ടതാ. എന്നാൽ ആണ്ട് പോലെയുള്ള പരിപാടി, പ്രദേശങ്ങളിൽ, നാടുകളിൽ മൗലിദ്, ആണ്ട് മുടങ്ങിയുള്ള പരിപാടി, അതിന് ഒരു പ്രദേശത്ത് പിരിവെടുക്കുന്ന സമയത്ത് ഇന്നതിനൊക്കെ അത് ഉപയോഗിക്കും എന്ന് നാട്ടിൽ ഒരു ഉറഫുണ്ട്, നാട്ടിൽ ഒരു പതിവുണ്ട്. ആ പതിവിൽ ബാക്കിയുള്ളത് പള്ളിയിലെ ആവശ്യങ്ങൾക്കും അതുപോലെ ദർസിന്റെ ആവശ്യത്തിനും മദ്രസന്റെ ആവശ്യത്തിനും അതുപോലുള്ള ആവശ്യത്തിനൊക്കെ എടുക്കുന്ന പതിവ് മുമ്പേ നടന്നു വരുന്ന പ്രദേശമാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ അത്തരം ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് എടുക്കുന്നതിന് വിരോധം ഇല്ല. അല്ലാത്തത് ഉറുഫ്, ആ നാട്ടിലെ നടപ്പ്, അതിനപ്പുറം അത് കൈകാര്യം ചെയ്യാൻ പാടില്ലാത്തതാണ്. 10, അന്യ സ്ത്രീകളുടെ ശരീരത്തിൽ അന്യപുരുഷന്മാരായ ഔലിയാക്കള് ഹാജരാവുകയില്ലേ? ഇല്ല. ഔലിയാക്കൾക്ക് പണി അതല്ല. ഔലിയാക്കൾക്ക് പണി അന്യ സ്ത്രീകളെ ശരീരത്തിൽ പോയിട്ട് ഹാജരാകൽ അല്ല.
അങ്ങനെ ഹാജരാകുന്നു എന്ന് പറയുന്നത് ജിന്നുകളാണ്. ആ ജിന്നുകൾ ആളുകളെ പറ്റിക്കുകയാണ്. അതാരും ഔലിയാക്കളാണെന്ന് മനസ്സിലാക്കി പെട്ടുപോകേണ്ടതില്ല. 12 ഫോട്ടോ എടുക്കുന്നതിന്റെയും ഉപയോഗിക്കുന്നതിന്റെയും വിധി നിഷിദ്ധമാണെങ്കിൽ വിപണിയിലെ പ്രസംഗങ്ങളുടെ CD കേസറ്റുകളിലെ ഫോട്ടോകളെ ഉസ്താദ് എന്തുകൊണ്ട് എതിർക്കുന്നില്ല? ഒരു കാര്യം എതിർക്കണമെങ്കിൽ, ഒരു കാര്യം ഉപദേശിക്കുന്നതിന്റെ നിയമം ഒന്ന് വേറെ, എതിർക്കുന്നതിന്റെ നിയമം ഒന്ന് വേറെയാണ്. ഒരു കാര്യം എതിർക്കണമെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് ഒരു കൗലും ഇല്ലാത്ത ചുറ്റുപാട് ഉണ്ടാകണം. കാരണം ആ പ്രവർത്തിക്കുന്ന ആൾ അക്കൗലനുസരിച്ചാ ചെയ്യുന്നതെങ്കിലോ. അതുകൊണ്ട് തെർശീ എന്ന് പറയുന്ന ഫത്ഹുൽ മുഈനിന്റെ ഹാശിയിൽ ഫോട്ടോ എടുക്കുന്നത്, ഫോട്ടോ വരയ്ക്കുന്നത് പോലെയും ജീവനുള്ള സാധനത്തിന്റെ രൂപം ഉണ്ടാക്കുന്നത് പോലെയും അല്ലെന്നും അത് ഫിലിമിൽ പകരുന്ന ഒരു പ്രതിബിംബമായി പകരുന്ന ഒരു കാര്യം മാത്രമാണെന്നും അതിനാൽ ഫോട്ടോ എടുക്കുന്നത് ഹറാമാണെന്ന് പറയേണ്ടതില്ലെന്നും ഫത്ഹുൽ മുഈനിന്റെ ഹാശിയായ തെർശീഹിൽ വിവരിച്ചിട്ടുണ്ട്. ആ അഭിപ്രായം സ്വീകരിക്കുന്നവർ ഫോട്ടോ എടുത്ത് എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ, അതിനെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആക്ഷേപിക്കേണ്ടതുള്ളൂ, എതിർക്കേണ്ടതുള്ളൂ. അല്ലെങ്കിൽ ബഹുമാനിക്കുന്നില്ലെങ്കിൽ അതിനെ നാം എതിർക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഫോട്ടോ ബഹുമാനിക്കാൻ പാടില്ല, അതുകൊണ്ട് ഫോട്ടോ ചുമരുമ തൂക്കാൻ പാടില്ല. ഫോട്ടോ ബഹുമാനിക്കുക എന്നത് മറ്റ് സമുദായത്തിന്റെ ആചാരമാണ്. അത് മുസ്ലിങ്ങൾക്ക് ഏത് നേതാവിൻ്റെതാണെങ്കിലും, ഏത് ഉസ്താദിൻ്റെതാണെങ്കിലും, ഏത് വലിയിൻ്റെതാണെങ്കിലും ഫോട്ടോ ബഹുമാനിക്കാൻ പാടില്ല. അതുകൊണ്ട് ഫോട്ടോ ബഹുമാനിക്കരുത്. അല്ലാത്ത നിലക്ക് എന്തെങ്കിലും പ്രചരണത്തിനോ രൂപത്തിനോ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കൗലനുസരിച്ചാകാം എന്നതുകൊണ്ടാണ് എതിർക്കാത്തത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 13 അഖീഖ അറുക്കാൻ നേർച്ചയാക്കിയ മൃഗത്തെ ഉളഹിയ്യത്ത് അറുക്കാൻ പറ്റുമോ? പറ്റില്ല. അത് അഖീഖത്ത് തന്നെ അറക്കേണ്ടതാണ്. 14 ഞണ്ടിനെ തിന്നൽ അനുവദനീയമാണോ? ഫത്ഹുൽ മുഈനിൽ ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു തിന്നാൻ പാടില്ലാത്ത സാധനങ്ങൾ എണ്ണുന്ന കൂട്ടത്തിൽ വയഹ്റുമു മിനൽ ഹയവാനിൽ ബഹരി, കടലിലുള്ള ജീവികളിൽ നിന്ന് ഹറാമാണ് ലിഫ്ദഉൻ തവള, വതിംസാഹുൻ മുതല. ഇങ്ങനെ എണ്ണിയിട്ട് പറഞ്ഞു സുൽത്താനുൻ ഞണ്ടും തിന്നാൻ പാടില്ലാത്തതാണ്. ലാ ഖർസുൻ വദനിലീസുൻ, അതേ സമയത്ത് സ്രാവ്, തെരണ്ടി അതിന് വിരോധമില്ല. കല്ലുമക്കായ, ഇളമ്പക്ക, ചില സ്ഥലത്ത് കടുക്കാന്നൊക്കെ പറയും, അതിനും വിരോധമില്ല എന്ന് പറഞ്ഞു. വിരോധമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ആരോ വിരോധം ഉണ്ട് എന്ന് പറഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ പിന്നെ മത്തിയും പറഞ്ഞില്ല വിരോധമില്ല. മത്തിയും അയിലൊന്നും പറഞ്ഞില്ലല്ലോ വിരോധമില്ല. അപ്പൊ വിരോധമില്ല എന്ന് പറയുമ്പോൾ മനസ്സിലായി വിരോധം ഉണ്ട് എന്ന് പറഞ്ഞ ആരൊക്കെ ഉണ്ട്. ചില പണ്ഡിതന്മാർ വിരോധം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇരിക്കട്ടെ, അപ്പൊ കൂട്ടത്തിൽ ഞണ്ട് പാടില്ല എന്ന് പറഞ്ഞു. അത് വിശദീകരിച്ചിട്ട് പിന്നീട് അസഹായ പ്രയാസിച്ചാണ് ഞാൻ ആ 2 കാര്യത്തിൽ പറഞ്ഞത്. പിന്നീട് ബഹുമാനപ്പെട്ടവർ മജ്മൂഇന്റെ ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് അന്ന ജമീഅ മാ ഫിൽ ബഹരി യഹല്ലു മൈതതുഹു ഇലൽ ഇഫ്ദാ, ഈ കടലിലുള്ള ജീവികൾ, ഒരിക്കലും കരയിൽ ജീവിക്കാത്ത ജീവികൾ, കടലിൽ മാത്രമേ ജീവിക്കുള്ളൂ, അങ്ങനത്തെ ജീവികൾ ചത്താൽ, അതിന്റെ ജീവൻ പോയാൽ അതിനെ കഴിക്കാം, തവളയല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ അവിടെ ഞണ്ടിനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചില പ്രദേശത്തുകാര് ഞണ്ടിനെ തിന്നുന്നവർ ഉണ്ടാകാം. പക്ഷേ ഞണ്ട് തിന്നൽ ഹറാമാണെന്ന് ആദ്യം ഫത്ഹുൽ പറഞ്ഞത് കൊണ്ട് നമ്മളെ നാട്ടുകാരൊന്നും തിന്നാറില്ല എന്നതാണ് ശരി. തിന്നാതിരിക്കലാണ് ശരി. ഇനി അടുത്തത് ഒരു മുസ്ലിമായ മനുഷ്യൻ എനിക്ക് നിർബന്ധമുള്ള ഷഹാദത്ത് ഞാൻ ചൊല്ലുന്നു എന്ന് കരുതി ചൊല്ലൽ നിർബന്ധമുണ്ടോ? അത്തഹിയാത്ത് ഓതുന്ന സമയത്ത്, ഖുതുബ ഓതുന്ന സമയത്ത്, ഖുതുബയിലല്ല അത്തഹിയാത്ത് ഓതുന്ന സമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലുമ്പോ നിർബന്ധമാണെന്ന നിലക്ക് തന്നെ ചൊല്ലേണ്ടതാണ്. അല്ലാതെ ഒരു മുസ്ലിമായ മനുഷ്യൻ മുസ്ലിമാകാൻ വേണ്ടി പ്രത്യേകം ഷഹാദത്ത് കലിമ ചൊല്ലേണ്ടതില്ല. വാപ്പയും ഉമ്മയും മുസ്ലിമായ ഒരാൾ മുസ്ലിമായ ഇരിക്കെ അതിൽ ജനിച്ച മക്കൾ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടക്കേണ്ട ആവശ്യം ഇല്ല. അവരത് അംഗീകരിക്കുന്നവർ ആയിത്തീർന്നാലും നിർബന്ധമുള്ള നിസ്കാരത്തിൽ ചൊല്ലിയാലും മതി. 17 ഉളുഹിയ്യത്തിന്റെ മാംസം അമുസ്ലിം സുഹൃത്തുക്കൾക്ക് കൊടുക്കൽ അനുവദനീയമാകുമോ? പാചകം ചെയ്തതിന് ശേഷവും മുമ്പും വിധി ഒരുപോലെയാണോ? പാചകം ചെയ്താലും അതിന് മുമ്പും ശേഷവും വിധി ഒരുപോലെയാണ്. സക്കാത്ത് അതുപോലെ ഉളുഹിയ്യത്തിന്റെ മാംസം അതൊക്കെ പ്രത്യേക കർമ്മവുമായി ബന്ധപ്പെട്ട മാംസമാണ്. അതിന് പ്രത്യേക നിയമങ്ങളാണ്.
അത് ഇസ്ലാമിൽ എന്നല്ല ഏത് മതത്തിലും അങ്ങനെ ചില നിയമങ്ങൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, നമ്മുടെ ഹിന്ദുമത സഹോദരന്മാര് പലരും ഈ അയ്യപ്പന്മാരായി സ്വാമികളായി അവർ അയ്യപ്പ മഠത്തിലേക്ക് പോകുന്നു. അവര് എന്താണ് അവർ പോകുന്ന സ്ഥലത്തിന്റെ പേര്? ശബരിമലക്ക് പോകുന്നു. ശബരിമലക്ക് പോകുന്നു. ആ പോകുന്ന ആളുകൾ സാധാരണ നമ്മളെ വീട്ടിൽ നിന്നും നമ്മളെ പീടിയെന്നൊക്കെ ചായ കുടിക്കുന്നവരാണ്. പക്ഷെ ഈ കറുത്ത തുണി കൊടുത്ത് മാല ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ പീടിയൊന്നും നമ്മളെ പുരയൊന്നും ചായ കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അത് അവർ വർഗീയവാദികളായതുകൊണ്ടല്ല, അവരുടെ മതത്തിന്റെ ഒരു നിയമമാണ്. ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക നിയമം. ഇതുപോലെ നമ്മൾ തന്നെ ഹജ്ജിന് പോകുന്ന സമയത്ത് തലയെക്കെട്ട് കെട്ടുന്നില്ല. തലയെക്കെട്ട് സുന്നത്താൻ ഒരാൾക്കും ഹജ്ജിന് പോകുമ്പോ ഇറാൻ കെട്ടിക്കുമ്പോൾ തലയെക്കെട്ടില്ല അല്ലേ? അതെന്താണ്? തലയെക്കെട്ടിനോട് കുഴപ്പമുണ്ടായില്ല, അപ്പോഴുടെ നിയമം ഒന്ന് വേറെയാണ്. അങ്ങനെ നിയമങ്ങൾക്ക് ഓരോ സന്ദർഭങ്ങളിലും വ്യത്യാസങ്ങൾ വരും. അതുപോലെ പല മാംസത്തിനും പല നിയമമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഒരു പൊതി മാത്രമേ ഹൽക്കന്റെ ഭക്ഷണം വാങ്ങാവൂ. അത് ഇവിടുത്തെ നിയമമാണ്. നാളെ 2 പൊതി വാങ്ങുന്നതിന് ഒരു വിരോധമില്ല. അതെന്താണ്? ഇവിടെ അത് തികയണം എന്നതുകൊണ്ടാണ്. ഇങ്ങനെ തുടങ്ങി ഈ പെരുന്നാളിന്റെ അന്ന് അറുക്കുന്ന മാംസം, അതുപോലെ പെരുന്നാളിന്റെ അന്ന് കൊടുക്കുന്ന ഫിത്ർ സക്കാത്ത്, അതുപോലെ മുസ്ലിമീങ്ങളുടെ സ്വത്തിന്റെ സക്കാത്ത്, അതിനൊക്കെ പ്രത്യേകം നിയമങ്ങൾ ഉണ്ട്. ആ നിയമം പാലിച്ചുകൊണ്ട് അത് ചെയ്യുന്നത് വർഗീയതയല്ല, നിയമം പാലിക്കല. ഇത് ആദ്യമായി നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫഖി തങ്ങൾ, നമ്മൾ ബഹുമാനപ്പെട്ടവരെ കൈപിടിച്ച് ചുംബിക്കുന്നു. തങ്ങളായതുകൊണ്ടാണ്, ആലിമായതുകൊണ്ടാണ് അത്ര ബഹുമാനിക്കുന്നു തങ്ങളെ. പക്ഷേ ഇവിടെയുള്ള ഒരു മുതലാളി അദ്ദേഹത്തിന്റെ സക്കാത്തിന്റെ പൈസ ഇവിടെയുള്ള സാധുക്കളായ മൗലവിമാർക്കെല്ലാം കൊടുത്ത് തങ്ങളെടുത്തെത്തുമ്പോ തങ്ങൾക്ക് തരൂലെന്ന് പറയും. കൊടുക്കുകയില്ല, വാങ്ങുകയില്ല. അതെന്താ കാരണം? കാരണം തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുക്കാൻ പാടില്ല എന്നാണ്. തങ്ങന്മാരോട് ഇത്ര വലിയ വർഗീയത നമുക്ക്, അത് വർഗീയതയല്ല, വെറുപ്പല്ല, പിന്നെ അത് നിയമമാണ്. തങ്ങന്മാർക്ക് സക്കാത്ത് കൊടുത്തുകൂടാ. പിന്നെ തങ്ങന്മാർക്ക് വേറൊരു വകുപ്പും ജീവിക്കാനില്ലാത്ത സമയം വന്നാൽ, അത്ര വളരെ പട്ടിണിയായി പോകുന്നു കണ്ടാൽ അവർക്ക് കൊടുക്കാമെന്ന അഭിപ്രായങ്ങളൊക്കെ അനുസരിച്ച് ചിലപ്പോൾ കൊടുക്കാറൊക്കെ ഉണ്ട്. അത് വേറെ മസല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒക്കെ മസലകൾ പല നിയമങ്ങളും ഉണ്ട്, പല നിലക്കുമുണ്ട്. അതൊക്കെ ഇപ്പൊ ഒരു ദിവസം പറയാൻ കഴിയില്ല. അപ്പൊ തങ്ങന്മാരോട് വർഗീയത ഉള്ളത് കൊണ്ടല്ല, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന കക്ഷികളാണ് തങ്ങന്മാര്. പക്ഷെ നമ്മൾ സക്കാത്ത് കൊടുക്കുന്നില്ല. ഇതുപോലെ സക്കാത്തിന്റെ നിയമം ഒന്ന് വേറെയാണ്, ഉദഹിയത്തിന്റെ നിയമം ഒന്ന് വേറെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്കല്ലാതെ സക്കാത്ത്, ഉദഹിയത്ത് എന്നിവ വിതരണം ചെയ്യാൻ പാടില്ല എന്ന് കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവർക്ക് വേറെ ഇറച്ചി നമ്മൾ വാങ്ങിക്കൊടുത്താൽ പറിച്ചുകൊണ്ടിരുന്ന് കൂലിയും കിട്ടും, നല്ലതുമാണ്. നിങ്ങൾക്ക് ഇറച്ചി എത്രയും വാങ്ങിക്കൊടുക്കാവുന്നതാണ്, അവർ തിന്നെങ്കിലും. 18 ഉളുഹിയ്യത്തറുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നിബന്ധനകൾ എന്തല്ല? പ്രത്യേക നിബന്ധന ഒന്നുമില്ല. ആരാന്റെ കട്ടിട്ടറക്കരുത്, അതുപോലെ പ്രായപൂർത്തിയും ബുദ്ധിയും ഒക്കെ ഉള്ള ആളായിരിക്കണം അറക്കുന്നത് അല്ലെങ്കിൽ അർപ്പിക്കുന്നത്. അല്ലാതെ കുട്ടികളൊന്നും ഉളുഹിയ്യത്തറക്കാൻ അവർക്ക് പ്രായം തികയാത്തവർ പൈസ ചെലവഴിക്കാൻ പാടില്ലല്ലോ. അങ്ങനത്തെ അല്ലാതെ വേറെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും നിബന്ധനകളൊന്നും ഇല്ല. 7 ആള് കൂറ് ആയി ഉളുഹിയ്യത്ത് അറക്കുകയാണെങ്കിൽ നിയ്യത്ത് എങ്ങനെ? 7 ആളും നിയ്യത്ത് ചെയ്താൽ മതി. അത് അറക്കുന്ന സമയത്ത് 7 ആളും കരുതി വെച്ചാൽ മതി. ഒരാളാണ് അറക്കുന്നതെങ്കിൽ ബാക്കിയുള്ള 6 ആളും ആ സമയത്ത് കരുതിയാൽ മതി. ഞങ്ങളുടെ സുന്നത്തായ ഉളുഹിയ്യത്താണ് അറക്കുന്നത്, നിർബന്ധമായത് കരുതിയാൽ മതി, നേർച്ചാന്ന് കരുതിയാൽ മതി. അല്ലെങ്കിൽ അറക്കുന്ന ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അറക്കുന്ന ആള് എന്നെ ഏൽപ്പിച്ച 7 ആളുകളുടെയും ഉളുഹിയ്യത്താണ് ഞാൻ ഈ അറക്കുന്നത് എന്ന് കരുതിയിട്ട് അറത്താൽ മതി. അപ്പൊ നിയ്യത്തടക്കം അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. അയാൾ അറക്കുമ്പോൾ അയാൾ കരുതിയാലും മതി. വേറൊരു ചോദ്യം, അവരവരുടെ മഹല്ലിൽ വെച്ച് അറക്കണമോ? അങ്ങനെ ആകണം എന്നില്ല. അതല്ല ആരോടെങ്കിലും ഒക്കാലത്താക്കിയാൽ മതിയോ? മതിയാവുന്നതാണ്. 19 ഭക്ഷണ സാധനത്തിന് പവിത്രത കൽപ്പിച്ചിട്ടില്ലേ? കോഴിമുട്ട, തേങ്ങ, മറ്റു ഭക്ഷണ സാധനങ്ങളിൽ മന്ത്രിച്ച് കത്തിച്ച് വെള്ളത്തിലൊഴുക്കാൻ നിർദ്ദേശിക്കാറുണ്ടല്ലോ. ഞാനല്ല നിർദ്ദേശിക്കുന്നവർ. ഇങ്ങനെ ഭക്ഷണ സാധനം നശിപ്പിക്കുന്നതിന് വല്ല പ്രമാണവും ഉണ്ടോ? അത് നശിപ്പിക്കല്ലോ, അത് അവരൊരു പണിയെടുക്കല്ലേ. അത് നശിപ്പിക്കുന്നതല്ലോ, അതൊരു പണിയെടുക്കല്ലേ. ആ മുട്ടയുടെ മേലെ, തേങ്ങയുടെ മേലെ ഖുർആനിലെ ആയത്തുകളോ ദിക്റുകളോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അത് വയറ്റിലേക്ക് അങ്ങനെ തന്നെ കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? വയറ്റിൽ നജസുണ്ട്, ആ നജസിലേക്ക് അത് പോകാൻ പറ്റില്ല. അപ്പൊ ഒന്നുകിൽ അത് കഴുകി ആ വെള്ളം ശുദ്ധിയുള്ള വെള്ളത്തിൽ
പുഴയിലോ അതുപോലെ കിണറ്റിലോ മറ്റോ ഒഴുക്കുകയോ, അല്ലെങ്കിൽ ആ ബഹുമാനിക്കപ്പെടേണ്ട ദിക്റുകളും അസ്മാഉകളും അപമതിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കരിച്ചു കളയുകയോ ചെയ്യേണ്ടി വരും. ഇങ്ങനെ ചില എഴുത്തുകൾ എഴുതുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഖുലഫാഉർ റാഷിദീൻപ്പെട്ട ആളാണല്ലോ, മുസ്ഹഫിന്റെ ചില ഭാഗം കരിച്ചിട്ടുണ്ട്. കരിച്ചത് ബഹുമാനം സൂക്ഷിക്കാൻ വേണ്ടിയാ, ബഹുമാനം സൂക്ഷിക്കാൻ വേണ്ടി. കാരണം അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എഴുതിയ രൂപത്തിലെ ഖുർആൻ എഴുതാൻ പാടുള്ളൂ, അല്ലാത്തവർക്ക് എഴുതാൻ പാടില്ല. ആ രൂപമല്ലാതെ ഉള്ള ചില മുസ്ഹഫിന്റെ കോപ്പികൾ കരിച്ചിട്ടുണ്ട്. അത് സൂക്ഷിക്കാൻ വേണ്ടി കരിച്ചതാ. അതുപോലെ സൂക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ കരിക്കലുണ്ട്. എന്നാൽ സൂക്ഷിക്കാനുമല്ല ബഹുമാനിക്കാനുമല്ല അതൊരു പ്രത്യേക ആവശ്യത്തിനുമല്ല, ഇതൊന്നും അല്ലാത്ത നിലക്ക് വെറുതെ ഭക്ഷണ സാധനം കരിക്കുകയാണോ? പാടില്ലാത്തതാണ്. ആവശ്യത്തിനാകുമ്പോൾ അത് അനുവദനീയവും ആണ്. പിന്നെ ജുമുഅക്കടയിൽ ബക്കറ്റ് നീക്കുന്ന സമ്പ്രദായം ചില പള്ളികളിൽ ഉണ്ടല്ലോ. ഞാൻ ഒരു പള്ളിയിലും ജുമുഅ നിസ്കാരത്തിനിടയിൽ ആരും ബക്കറ്റ് നീക്കുന്നതായി എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ജുമുഅക്ക് വന്ന ജനങ്ങൾ അൽഖഹ് ഓതുന്ന സമയത്തും സലാത്ത് ചൊല്ലുന്ന സമയത്തുമൊക്കെ ചിലര് ബക്കറ്റിൽ ഈ ഖുതുബ ഓതുകയും ഇമാമത്ത് ചെയ്യുന്ന മുസ്ലിയാർക്കും ബാങ്ക് കൊടുക്കുന്ന മൊയ്ലിയാർക്കും നമ്മൾ ഒന്നുമെടുത്ത വെള്ളത്തിന്റെ കറണ്ടിന്റെ പൈസ അടക്കാനും ഒക്കെ പൈസ ജനങ്ങളോട് കിട്ടാൻ വേണ്ടി ചില പള്ളികളിൽ ജുമുഅക്ക് മുമ്പ് ഒരുമിച്ച് കൂടിയ ജനങ്ങളിൽ നിന്ന് പൈസ കിട്ടാൻ വേണ്ടി ബക്കറ്റും ചില സ്ഥലത്ത് ഒരു പൂച്ചനെ പോലത്തെ ഒരു പെട്ടിയും ഒക്കെ ഉരുട്ടുകയും നീക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അത് നല്ല കാര്യത്തിന് സഹായം സംഭരിക്കാൻ വേണ്ടിയാണ്. ഖുതുബ ഓതുന്ന സമയത്ത് ഖുതുബ കേൾക്കുന്നതിന് മുടക്കമുണ്ടാകുന്ന വിധത്തിലും ശ്രദ്ധ മാറുന്ന വിധത്തിലും അത് നീക്കാതെ ശ്രദ്ധ മാറാത്ത വിധത്തിലായി അതിൽ സംഭാവന കൊടുക്കുന്നത് നല്ലതാണ്. അത് ഖുതുബക്ക് മുമ്പായാൽ ഏറ്റവും നല്ലത്. അതിന് മനുഷ്യന്മാർ ഖുതുബക്ക് മുമ്പേക്കും വരണ്ടേ. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ ജുമുഅക്ക് വരികയും നേരത്തെ തന്നെ സദഖ ചെയ്യുകയും ചെയ്യണമെന്നാണ് പറയാനുള്ളത്. വെള്ളിയാഴ്ച സദഖ ചെയ്യൽ പ്രത്യേകം സുന്നത്താണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട സദഖയാണ് പള്ളി നടന്നു പോകാനുള്ള സദഖ. അത് എല്ലാവരും കൊടുക്കേണ്ടതാണ്. പക്ഷെ നേരത്തെ തന്നെ വന്നാൽ ജുമുഅക്ക് മുമ്പ് തന്നെ ആ പിരിവങ്ക് നടത്താവുന്നതാണ്. നിങ്ങളൊക്കെ നേരത്തെ തന്നെ വരേണ്ടതാണ്. അഥവാ നിങ്ങൾ വൈകിയിട്ടുണ്ടെങ്കിൽ ആ ശബ്ദമില്ലാത്ത രൂപത്തിൽ നോട്ട് തന്നെ ഇട്ടു കൊടുക്കേണ്ടതാണ്. വേറെ തന്നെ ശ്രദ്ധ അതിലേക്ക് മാറിപ്പോകില്ല. ഈ ചില്ലറിടമാണ് ശ്രദ്ധ മാറിപ്പോവുക. അതുകൊണ്ട് എല്ലാവരും നല്ല നോട്ട് തന്നെ പള്ളിയിൽ വെച്ച് ഇട്ടു കൊടുക്കേണ്ടതാണ്. എന്നാൽ ശ്രദ്ധ മാറിപ്പോകില്ല എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ആണെങ്കിലും അല്ലാത്തതിന് വേണ്ടി ആണെങ്കിലും അന്യപുരുഷന്മാരോട് കൂടെ വാഹനത്തിൽ സ്ത്രീകൾ യാത്ര ചെയ്യാൻ പാടില്ലാത്തതാണ്. ഓട്ടോറിക്ഷ, സ്കൂട്ടർ, മറ്റ് ഏത് വാഹനമായിരുന്നാലും അന്യപുരുഷന്റെ കൂടെ അന്യ സ്ത്രീകൾ ഇറങ്ങിപ്പോകുന്ന ഏർപ്പാട് കൂടെ ഭർത്താവോ കാണാനും തൊടാനും പറ്റുന്നവരോ യോഗ്യതയുള്ളവരോ ഇല്ലാതെ പോകുന്നത് പാടില്ലാത്തതാ. ഒരു സ്ത്രീയെ ഭർത്താവ് തന്നെ ആരും കാണാതെ മറ്റൊരാൾക്കും കാണാനുള്ള വകുപ്പുണ്ടാക്കാതെ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാണാനും തൊടാനും പറ്റുന്നവർ ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെങ്കിൽ, ഡ്രൈവിംഗ് പഠിക്കുന്നു എന്ന നിലക്ക് അതൊരു തെറ്റല്ല. പക്ഷേ അത് അന്യപുരുഷന്മാര് കാണാനും ബന്ധപ്പെടാനും വകുപ്പുണ്ടാക്കുന്നു എന്ന വകുപ്പ് വരുമ്പോൾ നിയമത്തിന് മാറ്റമുണ്ടാകുന്നതാണ് എന്നോർമ്മപ്പെടുത്തും. 22 വുളൂഇൽ 3 പ്രാവശ്യം ചെയ്തിട്ട് എല്ലാ ഭാഗവും വെള്ളമൊഴിച്ചാൽ മതിയാവുമോ? മതിയാവും. പക്ഷേ 1ാമത്തെ പ്രാവശ്യം പൂർത്തിയാകൽ എല്ലാ സ്ഥലത്തും വെള്ളെത്തുമ്പോഴാണ്. അപ്പൊ 2ഉം 3ന്റെയും കൂലി കിട്ടണമെങ്കിൽ എല്ലാ സ്ഥലത്തും വെള്ളം ചേർത്തതിന് ശേഷം വീണ്ടും 2ഉം 3ഉമായി കഴുകേണ്ടതാണ്. 23 ഷഹാദത്ത് കലിമ അർത്ഥം അറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പറയണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അതിന്റെ ആശയം മനസ്സിലുള്ളതോടുകൂടി ഷഹാദത്ത് കലിമ ചൊല്ലുക. അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാധാരണ മനുഷ്യൻ അല്ല, അല്ലാഹ് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇത് മനസ്സിൽ ആ ആശയം ഉണ്ടാവും. ആ ആശയം ഉള്ളതോടുകൂടെ
അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയുക. അതാണ് അർത്ഥമറിഞ്ഞ് മനസ്സിൽ ഉറപ്പിച്ച് പറയുക എന്ന് പറയുന്നു. ആ ആശയം നമ്മുടെ മനസ്സിലുണ്ടാകണം, അത് നമ്മൾ വിശ്വസിക്കണം, അംഗീകരിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. അത് പറയുമ്പോൾ തന്നെ അർത്ഥവും മനസ്സിൽ വരുത്തണമോ? അർത്ഥം മനസ്സിൽ വരുത്തുക എന്നല്ല, ആ ആശയം നമ്മുടെ മനസ്സിൽ വിശ്വസിച്ച് അംഗീകരിക്കണം എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. ഇനി 24, ആധുനിക യുഗത്തിൽ മൊബൈൽ ഫോണുകളിലും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഖുർആൻ ആയത്തുകളും ചിലപ്പോൾ ഖുർആൻ മുഴുവനും ഉൾക്കൊള്ളുന്ന ചിപ്പുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇവ ഓതാൻ വേണ്ടി തന്നെയാണ് ഇവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ക്രീനിൽ എഴുത്ത് തെളിയുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഇവ ചുമക്കുന്നതിനും തൊടുന്നതിനും വുളുവിന്റെ ആവശ്യം ഉണ്ടോ? ഇല്ലെന്നാണ് മനസ്സിലാകുന്നത്. ജനാബത്തുകാരൻ ഇവ ചുമക്കുന്നതിന്റെ മസ്അല എന്താണെന്ന് വിശദീകരിക്കാമോ? തെറ്റില്ലെന്നാണ് മനസ്സിലാകുന്നത്. വുളു ഉണ്ടാകുന്നത് നല്ലതാണ്. കണ്ണാടി, നമ്മൾ കയ്യിൽ പിടിച്ച ഒരു കണ്ണാടി, ആ കണ്ണാടിയിലേക്ക് വേറെ ഒരു മുസ്ഹഫ് നമ്മൾ കാണിച്ചാൽ കണ്ണാടിയിൽ ഖുർആനിന്റെ ആയത്തിങ്ങനെ തെളിഞ്ഞു കാണും. അപ്പൊ ആ കണ്ണാടി പിടിക്കുന്നവൻ വുളു എടുക്കേണ്ടതുണ്ടോ? ജനാബത്തുകാരൻ ആ കണ്ണാടി പിടിക്കാമോ? അപ്പോൾ ജനാബത്തുകാരന് ആ കണ്ണാടി പിടിക്കാം, ജനാബത്തുകാരന് ആ കണ്ണാടി തൊടാം, ഒന്നുമില്ലാത്തവന് തൊടാം. എന്താണ്? ഇതിൽ എഴുതിയിട്ടില്ല, എഴുത്തതിലില്ല, മറ്റൊരെഴുത്ത് ഇതിൽ പ്രതിഫലിക്കുകയാ. ഇതുപോലെയാണ് സ്ക്രീനിൽ പതിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞിട്ടുള്ളത്. 25, ഖുർആനിലെ അബസ വതവല്ല എന്ന സൂറത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു അന്ധനായ സഹാബി വന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതിന്റെ കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ധനല്ലാത്തവര് വിളിച്ചാലും ആര് വിളിച്ചാലും തിരിഞ്ഞും മറിഞ്ഞും ഇങ്ങനെ നോക്കലല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു എന്ന സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു വെറുതെ ഇരിക്കുന്ന സമയമായിരുന്നില്ല അത്. മറിച്ച് ഇസ്ലാമിലേക്ക് ജനങ്ങൾ വരണമെന്ന അങ്ങേയറ്റത്തെ ഉത്കടമായ ആഗ്രഹമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള പ്രഗത്ഭരായ മുശ്രിക്കീങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വന്ന് നബിയെ വിളിച്ചത്. വാസ്തവത്തിൽ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ ലയിച്ചിരിക്കുമ്പോൾ അനുയായികൾ വന്ന് വിളിക്കാൻ പാടില്ല. വിളിച്ചത് അദബുകേടാണ്. ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വിളിക്കാൻ പാടില്ലായിരുന്നു, വിളിച്ചത് തെറ്റാണ്. പക്ഷേ ഇബ്നു ഉമ്മി മക്തൂം ആയതുകൊണ്ട് തെറ്റല്ല. അതെന്താ കാരണം? മൂപ്പർക്ക് കണ്ണിന് കാഴ്ചയില്ല, അതുകൊണ്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് മൂപ്പര അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഗത്ഭരായ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന ഏർപ്പാടിലാണുള്ളത്. ഒരുപാട് പ്രഗത്ഭന്മാർ മുന്നിലിരിക്കുന്നുണ്ട് എന്നത് കണ്ണിന് കാഴ്ചയില്ലാത്തത് കൊണ്ട് മഹാനവർകൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നബി ഇത്രയും വലിയ കാര്യത്തിലാണെന്ന് അറിയാതെയാണ് ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു വിളിച്ചിട്ടുള്ളത്. അതിനാൽ മഹാനവർകൾ കുറ്റക്കാരനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കക്ഷികൾ ഇസ്ലാമിലേക്ക് വരണം എന്ന ഉത്കടമായ ആഗ്രഹമുള്ളത് കൊണ്ട് അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വിളിക്കുത്തരം ചെയ്തെന്ന് പോയാൽ ഇവർ ഇസ്ലാമിലേക്ക് വരുന്ന വഴി അടഞ്ഞു പോകുമോ, അവർക്ക് വരാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഇസ്ലാമിൽ ഉമ്മത്ത് വർദ്ധിക്കണം, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ കൂടുതൽ വേണം, എന്റെ ബാധ്യത പൂർണ്ണമായി ഞാൻ നിറവേറ്റിയ ആളായിരിക്കണം, പടച്ചവന്റെ അടുക്കൽ ഞാൻ ബാധ്യത നിറവേറ്റാത്തവനായിക്കൂടാ എന്ന ചിന്ത അവിടുത്തെ മനസ്സിലുള്ളത് കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരട്ടെ എന്ന നിലക്ക് അതിന് പ്രസക്തി നൽകി. പക്ഷേ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കണ്ണിന് കാഴ്ചയില്ലാത്ത ആളും പാവപ്പെട്ട വ്യക്തിയുമായതുകൊണ്ട് മഹാനവരുടെ മനസ്സിൽ പ്രഗത്ഭന്മാരുമായി സംസാരിക്കുമ്പോ സാധുവായ ഞാൻ വിളിച്ചിട്ട് എന്റെ നേതാവ് ഇങ്ങോട്ട് നോക്കിയില്ലേ എന്ന ഒരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ലല്ലോ. അതിന്റെ പുറമെ അന്ത്യനാൾ വരെ ജീവിക്കുന്ന പണ്ഡിതന്മാരും അന്ത്യനാൾ വരെ ജീവിക്കുന്ന ദീനീ പ്രവർത്തകന്മാരും മുതലാളിമാർക്ക് പ്രസക്തി നൽകി പാവപ്പെട്ടവരെ അവഗണിക്കുന്ന ഒരു പ്രവർത്തനം ഇവിടെ നടക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട്
ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹായി, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ദീനിലേക്ക് ആള് വരണമെന്ന ആഗ്രഹമുള്ള വ്യക്തിയായിരുന്നു എന്നത് പഠിപ്പിക്കാനും, അതേ സമയത്ത് പാവപ്പെട്ടവരും കണ്ണിന് കാഴ്ചയില്ലാത്ത ദുർബലന്മാരും അതുപോലെയുള്ള ആളുകളാകുമ്പോൾ അവരെ ഒന്ന് പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്, അവരെ നമുക്ക് മനക്ലേശമുണ്ടാകരുത് എന്നത് ലോകത്തെ പഠിപ്പിക്കാനും വേണ്ടി അബസവത്തവല്ല എന്ന സൂറത്തും ആയത്തും അവതരിപ്പിച്ചതാണ്. അതിൽ നബിയെ ആക്ഷേപിക്കൽ ഇല്ല, നബിയെ അവഗണിക്കൽ ഇല്ല, അതേസമയത്ത് ഇബ്നു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയലും ഇല്ല, മറിച്ച് സാധുക്കളെ പരിഗണിക്കണം എന്ന അറിയിപ്പുണ്ട്. അതുപോലെ തന്നെ ദീനീ പ്രവർത്തനങ്ങൾക്ക് എല്ലാവരും നന്നാകണമെന്ന് ആഗ്രഹമുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന അറിയിപ്പും അതിലുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലത്ത് ഇതിന് നബിയെ ആക്ഷേപിക്കുന്ന ഒരു വാചകമുണ്ട് എന്ന ഒരു തോന്നലുള്ള ഒരു മുനാഫിഖ്, ഒരു കപട വിശ്വാസി നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കുമ്പോഴൊക്കെ ഈ സൂറത്ത് ഓതുന്നു, എന്താ അതിന് നബിയിൽ ഒരു ആക്ഷേപിക്കലുണ്ട് എന്നൊരു തോന്നൽ അവന്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൻ ഈ സൂറത്ത് ഓതിയപ്പോ ഉമർ റളിയല്ലാഹു അൻഹു അവനെ ഈ ഭൂമിലോകത്ത് ജീവിക്കാൻ തന്നെ അനുവദിക്കരുത് എന്ന് വിധിച്ചതായി ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആ ഖുർആനിൽ ആയത്തിൽ നബിയെ ആക്ഷേപിക്കലൊന്നും വന്നിട്ടില്ല. ഈ രണ്ട് സാഹചര്യങ്ങളെയും പരിഗണിച്ചുകൊണ്ട് റഹ്മാനും റഹീമുമായ അല്ലാഹു സാധുക്കളെ മനസ്സിന് വിഷമം ഉണ്ടാകരുത്, അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധന രംഗത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലെന്ന് വരികയും വേണം എന്ന നിലക്ക് പഠിപ്പിച്ചിട്ടുള്ള സൂറത്താണ്, ആയത്താണ് അബസവത്തവല്ല അൻജാഅഹുൽ അഅ്മാ എന്ന ആയത്ത്. 26 പെരുന്നാൾ സുദിനത്തിൽ സിയാറത്തിന് പോകാതെ സ്കൂളിൽ നിന്ന് ടൂറ് പോകൽ ഹറാമാണോ? എവിടുന്ന് ടൂറ് പോവുകയാണെങ്കിലും ഹലാലായ സംഗതിക്ക് വേണ്ടി പോകുകയാണെങ്കിൽ ഹറാമില്ല. നിസ്കാരം കളാക്കരുത്, മറ്റു തെറ്റുകളൊന്നും ചെയ്യുകയും ചെയ്യരുത്, അല്ലാത്ത നിലക്ക് പോയാൽ ഹറാമില്ല. 27 വെള്ളിയാഴ്ച അറഫ വന്നാൽ 29 ചോദ്യമുള്ളൂ, 2 ചോദ്യം കൂടിയുള്ളൂ. വെള്ളിയാഴ്ച അറഫ വന്നാൽ ആ ഹജ്ജിന് വല്ല പ്രത്യേകതയും ഉണ്ടോ? ഉണ്ട്. ഹജ്ജുൽ അക്ബർ എന്ന് പറയുന്നതിന് വല്ല തെളിവും ഉണ്ടോ? പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഹാസിയത്തുൽ ഇലാഹി രേഖപ്പെടുത്തിയിട്ടുണ്ട്. വമിൻ മസായാഹു ഐളൻ ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലുൽ അയ്യാമി യൗമു അറഫ ഫഇൻ വാഫഖൽ വുഖൂഫ് യൗമ ജുമുഅ ഫഹുവ അഫ്ളലു മിൻ 70 ഹജ്ജ ഫീ ഗൈരി യൗമിൽ ജുമുഅ. വെള്ളിയാഴ്ച ദിവസം അറഫയായാൽ അതിന് കൂടുതൽ ബഹുമാനം ഉണ്ട്, അത് 70 ഹജ്ജിന്റെ ബഹുമാനം ഉണ്ടെന്ന് വരെ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റഹിമഹുല്ലാഹ് ഹാസിയത്തുൽ ഇലാഹിനെ 149, 150 പേജുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശർവാനിയുടെ 4-ാം വാള്യം 108-ാമത്തെ പേജിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം റസീദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ട് അതിന് ഉപോത്ബലകമായി ഈ ആനത്തിന്റെ 2/288 രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഗ്നിയുടെ 1-ാം വാല്യം 497-ാമത്തെ പേജിലും ആ ദിവസത്തിന് പ്രത്യേകമായ മഹത്വമുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ഹജ്ജുൽ അക്ബർ എന്ന പേര്, ഹജ്ജുൽ അക്ബർ എന്ന പേര് പറയുന്നത് എന്തിനാണ് എന്നതിനെ കുറിച്ച് വലിയ ചർച്ച പണ്ഡിതന്മാർക്കിടയിലുണ്ട്. പെരുന്നാൾ ദിവസത്തിനാണ് ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞവരുണ്ട്. അതുപോലെ യൗമുൽ ഹജ്ജുൽ അക്ബർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് പെരുന്നാളിനെ കുറിച്ചാണെന്ന് പറഞ്ഞവരുണ്ട്. അറഫ ദിവസത്തെ കുറിച്ചാണെന്ന് പറഞ്ഞവരുണ്ട്. അത് നബിയുടെ കാലത്തുള്ള ആ ഒരു ദിവസത്തിന് മാത്രമുള്ള പ്രത്യേകതയായിരുന്നു, അതെല്ലാ കാലത്തും ഇല്ല എന്ന് പറഞ്ഞവരും ഉണ്ട്, അല്ല ഉണ്ടെന്ന് പറഞ്ഞവരും ഉണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ വലിയ ചർച്ചയായിട്ടുണ്ട്. ഹജ്ജുൽ അക്ബർ എന്ന് പേര് പറയാനുള്ള കാരണം ഉംറ ഹജ്ജുൽ അസ്ഗർ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്, അല്ല വെള്ളിയാഴ്ച അറഫ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ആ വിഷയത്തിലുണ്ട്. അതൊരു തർക്ക വിഷയമായി എടുക്കേണ്ടതില്ല. ബഹുമാനപ്പെട്ട ഹാസിയത്തു ശിഹാബ് ബൈളാവിയുടെ ഹാസിയിൽ അമ്മാ തസ്മിയത്തുൽ ഹജ്ജിൽ മുവാഫഖ യൗമ അറഫ ഫീഹി ലിയൗമിൽ ജുമുഅത്തി ബിൽ അക്ബരി ഫലം യദ്കുറുഹു. വെള്ളിയാഴ്ച ദിവസം അറഫയായാൽ അതിന് ഹജ്ജുൽ അക്ബർ എന്ന പേര് പണ്ഡിതന്മാര് പലരും പ്രത്യേകം പറഞ്ഞിട്ടില്ല. വൈകാന സവാബുഹു സിയാദത്തൻ അലാ ഗൈരിഹി.
അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുന്നുണ്ടെങ്കിലും ഇമാം സുയൂത്തി ഉദ്ധരിച്ചതുപോലെ മഹാനവറുകളെ ചില റിസാലകളിൽ എന്ന് പറഞ്ഞതിന് ശേഷം അതെ, ഈ കാലഘട്ടത്തിലുള്ള ചില പണ്ഡിതന്മാർ ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അത് അറഫ വെള്ളിയാഴ്ചയായാലാണെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാർ ഉണ്ട് എന്നും ഹാശിയത്ത് ശിഹാബിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇതിൽ ചർച്ചയുള്ള ഒരു വിഷയമാണ്, അതൊരു വിവാദ വിഷയമാക്കി എടുക്കേണ്ടതില്ല എന്നും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്ത ചോദ്യം, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി എന്ന തിരുവചനത്തിനെ, അതൊരു വലിയ പറഞ്ഞതാണ്, തിരുവചനത്തിനെ വെച്ചു നോക്കുമ്പോൾ ആംബിയായ ഒരു മനുഷ്യൻ, ഒരു മൊയ്ലാർ എഴുതിയതാണ്, സാധാരണക്കാരനായ മനുഷ്യൻ വലിയനെ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നതും ദുആ നടത്തുന്നതും, ഇദ്ദേഹം ദുആ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് എനിക്കറിയില്ല. ദുആ എന്നുകൊണ്ട് ഉദ്ദേശിച്ച് വിളിക്കുക എന്നുള്ള അർത്ഥമാണോ? ഓക്കെ. അല്ലാതെ നമ്മളാരും ഔലിയാക്കളോട് ദുആർക്കാറില്ല, സഹായം തേടലാണ്. ദുആ അള്ളാഹുവിനോടാണ് നമ്മൾ നടത്താറുള്ളത്. പിന്നെ ചിലർക്ക് അതിന് ദുആ എന്ന് പറഞ്ഞേ പറ്റൂ, നമുക്ക് അവരെന്ത് പറഞ്ഞാലും വിരോധമില്ല, എന്ത് പറഞ്ഞാലും വിരോധമില്ല. ഇനി രാവിലത്തെ ഖൗമിയിലും മനഹാറ, എന്റെ ജനങ്ങളെ ഞാൻ രാത്രിയും പകലും ദുആ ചെയ്യുന്നു നൂഹ് നബി അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ ലാ തജഅലു ദുആ റസൂലി ബൈനകും കദുആ ഇബാദികും ബഅദാ, റസൂലിനോടുള്ള ദുആ മറ്റുള്ളവരോടുള്ള ദുആ പോലെ ആക്കരുത്, ഇത് ഖുർആനിലുണ്ട്. അല്ലാഹ് തന്നെ പറഞ്ഞതായി ഖുർആനിലുണ്ട്. എന്റെ ഹബീബായ നബിയെ സഹായിക്കാൻ ഞാൻ സബാനിയാക്കളായ മലക്കുകളെ വിളിക്കും. അള്ളാഹ് കയ്യാഞ്ഞിട്ടൊന്നുമല്ല, അള്ളാഹിന്റെ സൈന്യത്തിനെ വിളിക്കുന്നത് സൈന്യത്തിന്റെ പവർ കാണിച്ചു കൊടുക്കാനാണ്. അപ്പോ സബാനിയാക്കളെ ദുആ ചെയ്യും എന്ന് അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹ് ശിർക്ക് ചെയ്ത ആളൊന്നും ആവൂല. അപ്പൊ ദുആ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, സാധാരണ നമ്മളാരും ഔലിയാക്കളോട് ദുആർക്കാറില്ല, ഔലിയാക്കളോട് സഹായം ചോദിക്കലാണ് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ ആരും ജലദോഷം എന്ന് വെള്ളപ്പൊക്കത്തിന് പറയാറില്ലല്ലോ, സംഗതി ജലദോഷം തന്നെയല്ലേ. ഓരോന്നിനും പറയുന്നതിനൊരു മയനുണ്ടല്ലോ, അല്ലേ? തരിമരുന്ന് കച്ചവടക്കാരനായ തരിമരുന്ന് പീടികയിലിരിക്കുന്ന വൈദ്യർക്ക് ഡോക്ടറിൽ നിന്ന് ഇപ്പം പറയാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു, മുമ്പൊന്നും പറയാറില്ല, അല്ലേ? ഓരോ പ്രയോഗം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇരിക്കട്ടെ, ദുആ നടത്തുന്നതും വലിയാണെന്ന് അറിഞ്ഞതോടുകൂടിയാണ്. മുഹീദ്ദീൻ ശൈഖ് വലിയാണെന്ന് ഒരു സാധാരണക്കാരന് എങ്ങനെ മനസ്സിലായി? അയാളെ ചോദ്യമാണ്. ഒന്നുകൂടി കേട്ടോളി. അത് പണ്ഡിതരിലൂടെ മനസ്സിലായതാണെങ്കിൽ പിന്നെ പണ്ഡിതൻ വലിയാവണം. അങ്ങനെയെങ്കിൽ പണ്ഡിതൻ വലിയാണെന്ന് സാധാരണക്കാരൻ എങ്ങനെ മനസ്സിലായി? ഞാൻ അയാളോട് മറുപടി പറയുമ്പോ ഒരു ചോദ്യത്തിലൂടെയാണ് മറുപടി പറയും. അങ്ങനെ ഉണ്ടല്ലോ, ഖുർആനിലുണ്ടല്ലോ ചോദ്യത്തിലൂടെ മറുപടി പറയുന്നത്. ഞാൻ ചോദിക്കുന്നു, നമ്മൾ മയ്യത്ത് നിസ്കരിക്കുന്നില്ലേ, നമ്മൾ സലാം പറയുന്നില്ലേ, ഇല്ലേ? അതെങ്ങനെ നമുക്കെങ്ങനെ മനസ്സിലായി അയാൾ മുഅ്മിനാണ്? മയ്യത്ത് നിസ്കരിക്കേണ്ടത് ഈമാനുള്ളവർക്കല്ലേ? ഈമാൻ എന്ന് പറഞ്ഞ മനസ്സിലുള്ള സംഗതിയല്ലേ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ നമ്മളുണ്ടോ അങ്ങനെ കാണുന്നു? മുഹീദ്ദീൻ ശൈഖ് ഒറ്റോ കാണുകയെന്നല്ലാതെ. അപ്പൊ നമ്മളെങ്ങനെ സലാം പറയാ? ഇയാളെ മനസ്സിലുള്ള നമുക്ക് എങ്ങനെ മനസ്സിലായ ഈമാനോ കുഫ്റോ? നമ്മളെങ്ങനെ ഒരാൾക്ക് മയ്യത്ത് നിസ്കരിക്കുക, മരിച്ച മയ്യത്ത് മുഅ്മിനായിട്ടോ മരിച്ച കാഫിറായിട്ടോ നമുക്ക് എങ്ങനെ മനസ്സിലാകുക? അപ്പൊ അതിന്റെ മറുപടി എന്താണ്? അതിന്റെ മറുപടി അടയാളം കൊണ്ട് മനസ്സിലാവൂല. അയാൾ പള്ളിയിൽ ഉണ്ടായാലുണ്ട്, അയാൾ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലുണ്ട്, അയാൾ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയലുണ്ട്, പള്ളിയിൽ നിസ്കരിക്കാൻ വരലുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് മനസ്സിലാവും അയാൾ മുഅ്മിനാണ്. അടയാളം കൊണ്ട് മനസ്സിലായി. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പറയും. ഇന്നാളൊരു ദിവസമോ കുറച്ച് മൊയ്ലാന്മാരും കുറച്ച് നാടന്മാരും കൂടി ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് ചെന്ന് അസ്സലാമു അലൈക്കും തന്നെ. അപ്പൊ ഉടനെ തന്നെ അവിടെയുള്ള ആൾക്കാർ ചോദിക്കുക, നിങ്ങൾ നമുക്ക് സലാം ചെല്ലിയോന്ന് ചോദിച്ചു. ഉടനെ തന്നെ ഇവർ ചോദിച്ചാൽ ഞാൻ വിചാരിച്ചു നിങ്ങൾ മുസ്ലിമികൾ അതുകൊണ്ട് ചൊല്ലിപ്പോയതാന്ന് പറഞ്ഞു വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിമീങ്ങളുടെ അടയാളം കണ്ടിട്ടല്ലേ മുസ്ലിമാന്ന് മനസ്സിലാക്കുക. അതുപോലെ വലിയാണെന്ന് മനസ്സിലാക്കുക ഔലിയാക്കൾ അടയാളം കണ്ടിട്ടാണ്. അതിൽ ഒന്നാമത്തെ ഔലിയാക്കൾ ആരാ? ആലിമീങ്ങളാണ്. ഇമാം ശാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ ലം യകുനിൽ ഉലമാഉ ഔലിയാ ഫലൈസ ലില്ലാഹി വലിയ്യുൻ. ആലിമീങ്ങൾ ഔലിയാക്കൾ അല്ലെങ്കിൽ അല്ലാഹുവിന് ഔലിയാക്കളില്ല. അപ്പൊ ഒന്നാമത്തെ ഔലിയാക്കൾ ആലിമീങ്ങളാണ്. ആലിമീങ്ങളെ മനസ്സിലാകൽ എങ്ങനെ? അവര് മര്യാദയ്ക്ക് നടക്കുന്നു, നേരത്തെ നിസ്കരിക്കുന്നു, സുന്നത്ത് നിസ്കരിക്കുന്നു, ചീത്ത പറയുന്നില്ല. അതുപോലെ തന്നെ അവർ അനാവശ്യം പറയുന്നില്ല, ദീനിന്റെ ഇൽമു പറയുന്നു, ദീനിന്റെ ഇൽമു പഠിപ്പിക്കുന്നു, മുത്തഅല്ലിമിയൊക്കെ ദർസ് നടത്തുന്നു, സംശയം ചോദിച്ചാൽ മറുപടി പറയുന്നു. അങ്ങനെ ആലിമീങ്ങളുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നു. അവരനാവശ്യമൊന്നും പറയുന്നില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, നല്ലയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നു, ചീത്തയായ കാര്യങ്ങളിൽ ജനങ്ങളെ വിരോധിക്കുന്നു. അപ്പൊ മനസ്സിലാവും ആലിമാണ്. അപ്പൊ ആലിമീങ്ങളാണ് ഔലിയാക്കൾ. ആ ആലിമീങ്ങളാണ്
മറ്റുള്ള ആളുകൾ ഔലിയാക്കളെ സംബന്ധിച്ച് അത് വലിയാണോ അത് ശരിയാണോ തെറ്റാണോ ആലിമീങ്ങളാ പറയേണ്ടത്. ഉറപ്പനല്ലേ, ഒരാശാരിയല്ലേ പറയേണ്ടത് മരം പറ്റുമോ ഇല്ലേ, തട്ടാനല്ലേ പറയേണ്ടത്, സ്വർണ്ണം പഠിക്കാനല്ലേ പറയുന്നത് മുക്കോ സ്വർണ്ണമെന്ന് അവരല്ലേ കല്ലുമേൽ ഇറക്കി നോക്കിയിട്ട് പറയേണ്ടത്. ഒരു എഞ്ചിനീയർ അല്ലേ പറയേണ്ടത് ഈ ബിൽഡിംഗ് വാങ്ങാൻ പറ്റുമോ ഇല്ലേ, താമസിക്കാൻ പറ്റുമോ ഇല്ലേ അല്ലേ. ഒരു വക്കീലല്ലേ പറയേണ്ടത് കേസ് എടുത്താൽ ജയിക്കോ ഇല്ലേ, അത് ഉറപ്പല്ലേ. ഒരു ഡോക്ടറല്ലേ പറയേണ്ടത് ഇയാൾക്ക് ഗ്ലൂക്കോസ് കൊടുക്കണോ വേണ്ടേ. അപ്പൊ ദീനിന്റെ കാര്യം ആലിമീങ്ങളാണ് പറയേണ്ടത്. അപ്പൊ ആലിമീങ്ങൾ അവർക്ക് ഔലിയാക്കളെ മനസ്സിലാകും. അവർ പറഞ്ഞു തരുന്നതനുസരിച്ച് ഔലിയാക്കളെ മനസ്സിലാക്കണം. അവര് പറയാ ആലിമീങ്ങൾക്ക് ചില അടയാളങ്ങളുണ്ട്. അത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന അടയാളം മാത്രമല്ല, ആലിമീങ്ങൾക്ക് അതിന്റെ അപ്പുറം ചില അടയാളങ്ങൾ മനസ്സിലാവും. കാരണം അവർക്ക് വിവരമുണ്ട്, വിവരമുള്ളവരല്ലാത്തവരും കണക്കാ. പണ്ട് കാലത്ത് നിങ്ങളാണല്ലേ ഇങ്ങനെ നാടി പിടിച്ചു നോക്കിയിട്ട് എല്ലാ രോഗം പറയും പണ്ട്. ഇപ്പൊ അതെല്ലാം പോയി. ഇപ്പൊ മൂക്കിനൊരു ഡോക്ടർ, കണ്ണിന് വേറോ ഡോക്ടർ, കാതിന് വേറോ ഡോക്ടർ. മൂക്ക് നോക്കുന്നവർക്ക് തൊണ്ടനെ പറ്റി ഒന്നും അറിഞ്ഞൂടാ, തൊണ്ട നോക്കുന്നവന് കാതിനെ പറ്റി ഒരു ലുക്ക് അറിഞ്ഞൂടാ, കാത് നോക്കുന്നവര് കണ്ണിനെ പറ്റി ഒന്നും അറിഞ്ഞു. പണ്ടങ്ങനെ പണ്ട് ഒരു വൈദ്യരന്റെ എല്ലാറ്റും മരുന്ന് കൊടുക്കല. എന്തെല്ലാം ലോകാന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഞരമ്പ് പിടിച്ചു നോക്കിയിട്ട് മുഴുവൻ രോഗം പറയുന്നവരില്ലായിരുന്നോ? അതുപോലെ ആലിമീങ്ങൾ കെൽപ്പുള്ള ആലിമീങ്ങളാണെങ്കിൽ അവർക്ക് വലിയനെയും വലിയല്ലാത്തവരെയും അവർക്ക് പെട്ടെന്ന് തന്നെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ചുരുക്കുന്നു. ഇനി ഒരു ചോദ്യം കൂടി മാത്രമേ ഉള്ളൂ. 3 മക്കളുണ്ട്. ഒരു കാരണവും കൂടാതെ ഭർത്താവ് മൊഴി ചൊല്ലി. മൊഴി 2 ചൊല്ലിയിട്ടുള്ളൂ. മൊഴി ചൊല്ലിയിട്ട് 5 വർഷമായി. ഇനി ആദ്യ ഭർത്താവിനെ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും. തിരിച്ചെടുക്കലല്ല, നിക്കാഹ് ചെയ്യലാണ്. രണ്ടാമത് ആ ഭർത്താവിന് 2 തലാക്ക് മാത്രം ചൊല്ലിയവരാണെങ്കിൽ, മൊഴി എന്നുകൊണ്ട് തലാക്കായിരിക്കും ഉദ്ദേശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, 2 തലാക്ക് മാത്രമാണ് ചൊല്ലിയതെങ്കിൽ അവർക്ക് രണ്ടാമതും ആ സ്ത്രീയെ നിക്കാഹ് ചെയ്തുകൊണ്ട് ഭാര്യയായി കൊണ്ടുപോകാവുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ചോദ്യങ്ങൾ കഴിഞ്ഞു. നിങ്ങളോട് വാഗ്ദത്തം ചെയ്തതായിരുന്നു ചോദ്യത്തിന് മറുപടി പറയുമെന്ന്. അതുകൊണ്ട് നിർത്തുന്നു. പിന്നൊരാൾ കുറെ സംഗതികൾ എഴുതിയിട്ടുണ്ട്. അതിന്റെ ആകത്തുക തറവാട് നോക്കുക എന്നൊരു പരിപാടി ഇസ്ലാമിൽ ഉണ്ടോന്നാണ്. പെണ്ണിനെ കെട്ടുമ്പോ പെണ്ണിന്റെ തറവാട് നോക്കേണ്ട ആവശ്യമില്ല, പുതിയാപ്പിളിനെടുക്കുമ്പോ തറവാട് നോക്കൽ ആവശ്യമാണ് എന്നാണ് ഇസ്ലാമിന്റെ നിയമം. പുതിയാപ്പിളിനെടുക്കുമ്പോൾ തറവാട്ട് തന്നെ ആയിരിക്കണം. പെണ്ണ് കെട്ടുമ്പോൾ പെണ്ണ് തറവാട്ടുകാരിയായിക്കൊള്ളും എന്നില്ല. ഏത് പെണ്ണിനെയും വിവാഹം കഴിക്കാം, മൂമിനത്താണെങ്കിൽ മുസ്ലിമത്താണെങ്കിൽ. ദീനുണ്ടോന്നാണ് നോക്കേണ്ടത്. തറവാട്ടുകാരിയായ നല്ലതാ. അതേസമയത്ത് അങ്ങനെ നിബന്ധനയില്ല. നേരെ മറിച്ച് തറവാട് എന്നാലോ തങ്ങന്മാർക്ക് നമ്മൾ തറവാടൊക്കൂല, അവര് വലിയ തറവാട്ടുകാരാണ്. അപ്പൊ തങ്ങന്മാരെ മക്കളെ കിട്ടുമെങ്കിൽ നമ്മക്ക് കെട്ടുന്നതിനേ ഇല്ല, പക്ഷെ അവർക്ക് വായിച്ചിടാൻ പറ്റുമെന്നുള്ളതാണ്. അത് അവർക്ക് പറ്റണമെങ്കിൽ ആ വിവാഹം കഴിക്കപ്പെടുന്ന പെൺകുട്ടി സമ്മതിക്കണം. അതുപോലെ രക്ഷിതാവ് സമ്മതിക്കണം. സമ്മതമില്ലാത്ത രൂപത്തിൽ രക്ഷിതാവിന് പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല, ബാപ്പക്കെന്നെയും കെട്ടിച്ചു കൊടുക്കാൻ പറ്റില്ല. അതാണ് നിയമം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തറവാടില്ല എന്ന് പറയരുത്, തങ്ങന്മാർ ഉന്നത തറവാട്ടുകാരാണ്. അതുപോലെ സാലിഹീങ്ങളെ കുടുംബത്തിൽ ജനിച്ചവർ ഉന്നത തറവാട്ടുകാരാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ സന്താന പരമ്പര ഉന്നത തറവാടാണ്. തറവാട് എന്ന് പറഞ്ഞാല് നമ്മളെ ഉപ്പാപ്പ എല്ലാ സാധുക്കളും കട്ടെടുത്തിരുന്നു. നമ്മളെ ഉപ്പാപ്പ എല്ലാ സാധുക്കളെ പറമ്പും എങ്ങനെയല്ലോ സ്വന്തം കയ്യിലാക്കിയിരുന്നു. വാങ്ങിയാ കൊടുക്കലുമില്ല. വാങ്ങിയാ പിന്നെ വരുന്നവരോട് ആരാടാ നീ ചോദിക്കാനെന്ന് ചോദിക്കുന്നത്. കടുത്ത അക്രമിയായി എന്നുള്ളത് തറവാടല്ല, അതിന്റെ പേര് തമ്മാടി എന്നാണ്. അതുകൊണ്ട് തറവാടിത്തം എന്ന് പറയുന്നത് ആലിമീങ്ങളുടെ കുടുംബത്തിൽ, സാലിഹീങ്ങളുടെ കുടുംബത്തിൽ ആവുക എന്നതാണ് തറവാടിത്തം. അതുപോലെ ഇസ്ലാമിൽ കൂടുതൽ കാലം ബാപ്പമാരും മുൻഗാമികളും ഇസ്ലാമിൽ കൂടുതൽ കാലം പ്രവർത്തിച്ചവരാവുക, അത് തറവാടിത്തത്തിന്റെ ഒരു വകുപ്പാണ്. ഇങ്ങനെയുള്ള വകുപ്പുകളാണ് തറവാടിത്തം എന്നതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. തറവാടില്ല എന്ന് മൊത്തത്തിൽ അങ്ങ് നിഷേധിക്കരുത്. പക്ഷെ ഇന്ന് ജാഹിലീങ്ങൾ പറയുന്ന തറവാട്, അത് തറവാട്ടിന്റെ മഹത്വമായി അംഗീകരിച്ചുകൊണ്ട് അബദ്ധത്തിൽ ചാടുകയും ചെയ്യരുത് എന്നും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വിഷയത്തിലും മുസ്തഖീമായ വഴി പിന്തുടർന്ന് സാലിഹീങ്ങളെ പിന്തുടർന്ന് ജീവിച്ച് മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. കുറ്റ്യാടി പോയിട്ട് ഓലശെട്ടി കെട്ടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സിറാജുൽ ഹുദ. അൽഹംദുലില്ലാഹ്, അതിന്റെ കീഴിൽ 25 മദ്രസ ഉണ്ടാക്കി, അതിന്റെ പേരിൽ 40ഓളം പള്ളി ഉണ്ടാക്കി, അതിന്റെ പേരിൽ ഇപ്പോൾ 7 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ നടക്കുന്നു. അതിന്റെ കീഴിൽ ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനമുണ്ട്. അതിന്റെ കീഴിൽ ശരീഅത്ത് കോളേജ് ഉണ്ട്. ശരീഅത്ത് കോളേജിൽ നിന്ന് പഠിച്ചു വളർന്ന് പിന്നീട് സഖാഫി ബിരുദമെടുത്ത് ഇപ്പോൾ മുജാഹിദീങ്ങൾക്ക് വേണ്ടി വന്നാൽ മറുപടി പറയാൻ പറഞ്ഞയച്ചു കൊടുക്കാൻ അൽഹംദുലില്ലാഹ് എന്റെ കൂടെ മീസാൻ മുതൽ ഓതി പഠിച്ച ധാരാളം മുതഅല്ലിമീങ്ങൾ സഖാഫികളുണ്ട്. അള്ളാഹു അവർക്കും ഹിമ്മത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ മുതഅല്ലിമീങ്ങൾക്ക് മുഴുവനും അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ സ്ഥാപനം ദഅവാ കോളേജ് ഉണ്ട്.
ഇപ്പൊ 31 കുട്ടികൾ +2 പരീക്ഷയ്ക്ക് എഴുതി, തലയെ കെട്ടു, തൊപ്പിയും നീളം ഇതുപോലത്തെ കുപ്പായമൊക്കെ ഇട്ടിട്ട് തന്നെ എഴുതിയത്. ചിലർക്കൊരു ധാരണയാണ്, എന്ത് +2 പരീക്ഷ ജയിക്കണമെങ്കിൽ കഴുത്തിലൊരു ബാലുണ്ടായാലേ പറ്റുള്ളൂ, ബാലില്ലെങ്കിലും പഠിച്ചാൽ ജയിക്കും, ബാലുണ്ടായിക്കൂടാന്നൊന്നുമില്ല, അതേസമയത്ത് ബാലില്ലെങ്കിലും ജയിക്കും. അതിനൊന്നും ആവശ്യമില്ല. തലയെ കെട്ടിയാൽ ഒരു 2ാം നമ്പറാന്നൊരു തോന്നൽ മൗലവിമാർക്ക്. നിങ്ങൾക്ക് സിറാജുൽ ഹുദ പരിചയപ്പെടാൻ നിങ്ങളൊന്ന് വാങ്ങി വായിച്ചോളൂ. സിറാജുൽ ഹുദ അനുഭവങ്ങൾ, അത്ഭുതങ്ങൾ. ഇതില് മുമ്പ് സിറാജുൽ ഹുദയെ പറ്റി ഇറക്കിയ പുസ്തകത്തിൽ 50ഓളം കത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഭയങ്കര അത്ഭുതം, നേർച്ച ചെയ്തവർക്ക് കിട്ടിയ അത്ഭുതങ്ങൾ, വലിയ അത്ഭുതങ്ങൾ. ഇതിൽ പുതിയ 50ഓളം കത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതല്ല, ആദ്യത്തെ അല്ല, ഇതിൽ പുതിയ അത്ഭുതങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മക്കളില്ലാത്ത പലർക്കും മക്കളുണ്ടായി. അതായത് ഗൈനക്കോളജിക്കൽ കറാമത്ത് കേന്ദ്രം എന്ന് പറഞ്ഞു. ആലപ്പുഴയിലുണ്ട് ഒരാള്, 15 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു, സൗദി അറേബ്യയില. ഈ എന്നോട് ദിക്ർ എഴുതി വാങ്ങിയിരുന്നു. സിറാജുൽ ഹുദയിൽ എല്ലാ കൊല്ലവും നോമ്പ് തുറയും മത്താഴും അയാളെ വകയിലാണ്. സൗദി അറേബ്യയിൽ ബിസിനസ്സാണ് അയാൾക്ക്. ഇപ്പൊ അയാൾക്ക് കുട്ടിയുണ്ടായിട്ട് എന്നോട് ഉസ്താദെ, ഞാൻ കുട്ടിക്ക് പേര് വിളിച്ച് അബ്ദുറഹ്മാനാണ്. അല്ലാഹു തആല ബറക്കത്തുള്ള കുട്ടിയാകട്ടെ. ഇനി ദിക്റും ദുആയും നടത്താനുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ നമുക്ക് ദിക്റിന് നേതൃത്വം നൽകും. തങ്ങളവറുകൾ നമുക്ക് ദുആ ചെയ്തു തരും. നിങ്ങളെല്ലാവരും ഒരു 2 മിനിറ്റ് നിങ്ങളെ ഓരോന്ന് ശരിയാന് എഴുന്നേറ്റ് നിന്ന് ഞാനിപ്പോൾ മലയാളത്തിൽ നടത്തുന്ന ദുആക്ക് നിങ്ങളൊക്കെ ആമീൻ പറയണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നീ സാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾ ഇവിടെ നടത്തിയ 7 ദിവസത്തെ പ്രഭാഷണവും ഇന്നത്തെ ഈ ദിക്ർ ദുആ സലാത്തിന്റെ മജ്ലിസും നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളുടെ സർവ്വ പള്ളികളും സർവ്വ മദ്രസകളും സർവ്വ സ്ഥാപനങ്ങളും നീ ഏറ്റെടുത്ത് ഖിയാമത്ത് നാൾ വരെ ഹഖിന്റെ മേലായി നീ നിലനിർത്തണം റഹ്മാനെ. ഒരു 3 സലാത്ത് ബർക്കത്തിനിയല്ല. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين غير المغضوب. لا إله إلا الله 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 لا. واجعل ثواب ذلك مونسا لنا ولهم في قبورنا وقبورهم إلى يوم القيامة. آمين. اللهم بجاههم عافنا وأهلنا من كل بلاء الدنيا ومصيباتها وفتنة كلها وضيقها وعذاب الآخرة.